പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നതിനെ കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ വിട്ടുമാറും എന്ന് നമ്മൾ പറയുമ്പോഴും അതിന് ഞാൻ കൊടുക്കേണ്ട ഒരു വില, ഞാനെന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടത്. ആരെങ്കിലും വരാനുണ്ടോ? ഇനി പുറത്താരെങ്കിലും ഉണ്ടോ? സീറ്റ് ഒത്തിരി കാലിയാണല്ലോ. പുറത്താരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അടുത്തില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത്, പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന വിലയല്ല, മറിച്ച് അത് ദൈവത്തോട് ഞാൻ പുലർത്തേണ്ട ഞാൻ അടിമയാണ് ഈശോയെ നിൻ്റെ എന്നുള്ള ആ ഒരു ദാസിയുടെ അവസ്ഥയാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ദൈവത്തിന് വില കൊടുക്കുകയല്ല. ഓക്കെ, ഞാൻ ദൈവത്തിന് വില കൊടുത്തത് കൊണ്ട്, ദൈവത്തിന് ഞാൻ വില കൽപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിച്ചു അല്ല. ഞാൻ നിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ അടിമയാണ്. അടിമത്തത്തിൽ കിടക്കണം. അവൻ്റെ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ആ അടിമത്വം ദൈവത്തിലേക്ക് മാറ്റി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായവനെ ഞാൻ നിൻ്റെ അടിമയാണെന്ന് ഏറ്റുപറയുന്നിടത്ത്, പ്രിയമുള്ളവരെ, ആ അടിമത്വം ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ആ അടിമത്വത്തെ ഏറ്റുപറയാൻ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് എൻ്റെ ആരാധനകൾ. നമ്മളെ ഭരിക്കുന്ന അസ്വസ്ഥതകളുണ്ട്, നമ്മളെ ഭരിക്കുന്ന ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, പാപത്തിൻ്റെ മേഖലകളുണ്ട്. അത് പ്രായത്തിൻ്റെ തലമനുസരിച്ച്, പ്രായമനുസരിച്ച് മാറുന്നേ ഉള്ളൂ, ഒഴിവാക്കപ്പെടുന്നില്ല. ഞാൻ എൻ്റെ 10 വയസ്സിൽ ചെയ്ത പാപമല്ല 15 ചെയ്യുന്നത്, 15 ചെയ്തതല്ല 20 ചെയ്യുന്നത്, 25, 30, 40, 50, 60 ഇങ്ങനെ പോകുമ്പോൾ ഓരോ കാലഘട്ടം അനുസരിച്ച് പാപത്തിൻ്റെ സ്വഭാവം മാറ്റി എന്നെക്കൊണ്ട് പാപം ചെയ്യിക്കാൻ അരൂപിയായ സാത്താൻ അറിയാം. അപ്പോൾ സ്വഭാവമേ, പാപ സ്വഭാവത്തിൽ എൻ്റെ പക്വത അനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ട് പിശാച്. എൻ്റെ പാപ സ്വഭാവത്തിൽ എൻ്റെ പക്വത അനുസരിച്ച് മാറ്റം വരും. 10 വയസ്സിൽ എനിക്കുണ്ടായിരുന്ന സഹനമല്ല 20 വയസ്സിലെങ്കിൽ 20 വയസ്സിലെ സഹനത്തെ പാപവുമായി എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റും. 20 വയസ്സിലെ സഹനത്തെ പ്രാർത്ഥനയുമായും എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ എന്തുമായിട്ട് എൻ്റെ സഹനത്തെ, എൻ്റെ മുറിവുകളെ, ഞാനായിരിക്കുന്ന അവസ്ഥകളെ ഞാൻ എന്തുമായിട്ട് ലിങ്ക് ചെയ്യുന്നുവോ അവിടെ നിന്നാണ് അതിൻ്റെ അടുത്ത തലം. അതായത് ദൈവത്തിന് പ്രവർത്തിക്കാനാണെങ്കിലും സാത്താന് പ്രവർത്തിക്കാനാണെങ്കിലും എൻട്രി ഓപ്പൺ ചെയ്യേണ്ടത് നിങ്ങളാ, ഞാനാ. അവർക്ക് രണ്ടുപേർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിനും പറ്റില്ല, സാത്താനും പറ്റില്ല. കാരണം അവൻ വാതിലിൽ മുട്ടും. സാത്താനെ സംബന്ധിച്ച് ഞാനൊരു പാപം ചെയ്ത് അവനോട് അടിമത്വം അവൻ്റേതാണ് ഞാൻ എന്ന്, ഞാനല്ലാതെ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ഏറ്റുപറയണം ഞാൻ നിൻ്റേതാണ് എന്നെൻ്റെ പാപം വിളിച്ചു പറയുന്നിടത്തേ അവനും എന്നിലേക്കൊരു പ്രവേശനമുള്ളൂ. സാത്താന് പ്രവേശനം കിട്ടുന്നത് പോലെ തന്നെ ദൈവത്തിനെ സംബന്ധിച്ച് ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് തുറന്നു തന്നാൽ ഞാൻ വരാം, ഞാൻ അവനോടൊത്ത് വസിക്കുകയും ചെയ്യാം. ഇത് ദൈവത്തിൻ്റെ എൻട്രിയാണ്. 2 എൻട്രിക്കും എൻ്റെ പെർമിഷൻ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പേഴ്സണാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെന്താണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെക്കുറിച്ച് നമ്മൾക്ക് അഭിമാനം തോന്നണം. എന്നെ സൃഷ്ടിച്ചവന് പോലും എൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ അവൻ ഡോറിൽ തട്ടി വരുന്നവനാ. അത്ര മാന്യനായ ദൈവമാണ്. എന്നെ സൃഷ്ടിച്ചവൻ പോലും എൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ അവൻ എന്നോട് പെർമിഷൻ എടുക്കുക. പരിശുദ്ധ അമ്മയോട് സ്വർഗം പെർമിഷൻ എടുക്കുക പുത്രനെ അയക്കാനായിട്ട്. പരിശുദ്ധ അമ്മ പെർമിഷൻ കൊടുക്കുക. ഇതുപോലെ എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ടിരിക്കാൻ ദൈവം എന്നോട് ചോദിക്കുക, പെർമിഷൻ കൊടുക്കണം. എന്തിന് പെർമിഷൻ കൊടുക്കണം? ഞാൻ അവന് എന്നിൽ പ്രവർത്തിക്കാൻ. ഏതവസ്ഥയിലും ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ പെർമിഷൻ ആവശ്യമാണ്. രോഗത്തിലാണെങ്കിലും, കടബാധ്യതയാണെങ്കിലും, കുടുംബ പ്രശ്നമാണെങ്കിലും, നിന്നെ ഭരിക്കുന്ന ഏത് സ്പിരിറ്റാണെങ്കിലും, ഏത് തരത്തിൽ, ഏത് ആംഗിളിൽ നിന്നുള്ള തിന്മയുടെ ശക്തിയാണ് നിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിലും
ദൈവത്തിന് അതിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ പെർമിഷൻ ആവശ്യമാണ്. നിന്റെ പെർമിഷൻ ഇല്ലാതെ ദൈവത്തിന് ഒരിക്കലും നിന്റെ രോഗത്തിൽ ഇടപെടാൻ പറ്റില്ല. നിന്റെ അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥകളിൽ ദൈവത്തിന് ഇടപെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരിക്കണം നിന്റെ ശരീരം. എങ്കിലേ ദൈവത്തിന് നിന്റെ രോഗത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ആലയം അല്ലാത്തിടത്ത് പരിശുദ്ധാത്മാവ് എങ്ങനെ ഇടപെടും? ചില രോഗങ്ങൾ മാറാത്തതിനും ചില അസുഖങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതിനും കാരണം മറ്റൊന്നല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് ആ വ്യക്തി അംഗീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവരുടെ പ്രവൃത്തി കൊണ്ടോ അവരുടെ ജീവിതം കൊണ്ടോ അവരുടെ ഏറ്റുപറച്ചിൽ കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാത്തടുത്ത് എങ്ങനെ പരിശുദ്ധാത്മാവിന് എന്നിൽ പ്രവർത്തിക്കാൻ പറ്റും? എന്നിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് ഞാൻ അംഗീകരിക്കണം ആദ്യമേ. അതെൻ്റെ പേഴ്സണാലിറ്റി ആക്കണം. ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഉണ്ട്, ഫിസിക്കൽ പേഴ്സണാലിറ്റി ഉണ്ട്. എനിക്കൊരു ഈവിൾ സ്പിരിറ്റിന് തുല്യമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയും നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ഏത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് സാഹചര്യം അനുസരിച്ചാണ്. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി, അതായത് സ്പിരിച്വൽ പേഴ്സണാലിറ്റി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനെ പൂർണ്ണനെന്ന് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയിലും നന്മയിലും ദുഃഖത്തിലും എന്താ പറയുക, സന്തോഷത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാം മറ്റുള്ളവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ ദ്രോഹിക്കുമ്പോഴും നമ്മൾക്കെതിരെ തിന്മ നിരൂപിക്കുമ്പോഴും എല്ലാം എന്നിൽ നിന്ന് അവരിലേക്കൊരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയാണ് പുറപ്പെടുന്നതെങ്കിൽ ആ വ്യക്തി പൂർണ്ണനാണ് ദൈവത്തിൻ്റെ മുൻപിൽ. അവന് പല കാര്യങ്ങളും ക്ലെയിം ചെയ്യാം. ഈ ഒരൊറ്റ കാര്യം കൊണ്ട്, ഈ ഒരൊറ്റ സ്വഭാവ അവസ്ഥ കൊണ്ട് അവന് പല കാര്യങ്ങളും ദൈവത്തോട് ക്ലെയിം ചെയ്ത് ചോദിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് പല കാര്യങ്ങളും നമുക്ക് ചോദിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ കുറേ ചേഞ്ചസ് വരണം പ്രിയപ്പെട്ടവർ. നമ്മൾ ചോദിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം ചോദിക്കുന്നത് എങ്ങനെയാണ്? നീ എനിക്കിത് തരുമെങ്കിൽ ഞാൻ നിനക്കിത് തരാം. ഇങ്ങനൊരു ബാർട്ടർ സമ്പ്രദായമാണ് കർത്താവുമായിട്ട് നമ്മൾ വെക്കുന്നത്. ബാർട്ടർ സമ്പ്രദായമല്ല യേശു ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇൻറ്റൻഷൻ സാധിച്ചു കിട്ടാൻ വേണ്ടി നീ പാപത്തെ ഉപേക്ഷിക്കരുത്. തെറ്റാണ്. നീ പാപത്തെ ഉപേക്ഷിക്കുന്നെങ്കിൽ അത് സ്വർഗത്തെ നേടാൻ വേണ്ടി മാത്രമായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ പാപത്തെ ഉപേക്ഷിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻറ്റൻഷൻ കിട്ടാൻ വേണ്ടി നീ പാപത്തെ ഉപേക്ഷിക്കരുത്. ഒരു ഇൻറ്റൻഷൻ എനിക്ക് സാധിച്ചു കിട്ടണം. എന്നോട് ഒരു ശുശ്രൂഷകൻ പറഞ്ഞു, നിൻ്റെ ക്യാൻസർ മാറണമെങ്കിൽ അതിന് തടസ്സം നിൻ്റെ ഈ പാപമാണ്. നിൻ്റെ ഈ പാപമാണ് നിൻ്റെ ക്യാൻസറിന് തടസ്സം. അപ്പം ഞാൻ എന്തെടുത്തു? ക്യാൻസറിന് വേണ്ടി ഞാൻ ഈ പാപത്തെ ഉപേക്ഷിക്കുക. ക്യാൻസർ മാറാൻ വേണ്ടി പാപത്തെ ഉപേക്ഷിക്കുന്നു എന്നല്ല, ക്യാൻസറിന് വേണ്ടി പാപത്തെ ഉപേക്ഷിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നിറവേറ്റപ്പെടുന്നില്ല. ആത്യന്തികമായിട്ട് പാപം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അതിന് ഒരു ന്യായീകരണം വെച്ചിരിക്കുന്ന, ദൈവം സ്ഥാപിച്ചിരിക്കുന്ന പാപത്തെ എന്തിനുപേക്ഷിക്കണമെന്ന് ദൈവം പഠിപ്പിച്ച പഠിപ്പിക്കലിന് വിരോധമായിട്ടുള്ള പഠിപ്പിക്കലാണ് അത്. ശരിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പഠിപ്പിച്ചത് എന്താണ്? ദൈവം പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നീ പാപത്തെ ഉപേക്ഷിക്കുന്നത് നിത്യജീവന് വേണ്ടിയിട്ടല്ലാതെ മറ്റൊന്നിനും വേണ്ടി പാപത്തെ ഉപേക്ഷിക്കരുത്. അപ്പം നമ്മൾ പറയും, ഞാൻ എൻ്റെ നിയോഗത്തിന് വേണ്ടി പാപത്തിനെ ഉപേക്ഷിച്ചാലും അവസാനം അത് നിത്യജീവനിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് വരൂലേ എന്ന്. ഇല്ല, വരില്ല. കറങ്ങിത്തിരിഞ്ഞ് വരില്ല. അടുത്ത അസുഖം വരുന്നത് വരെ ആ ഉപേക്ഷ നിൽക്കുള്ളൂ. അതാണ് ഞാനിപ്പോൾ തൊട്ട് മുമ്പത്തെ സെഷനിൽ ഞാൻ എടുത്തതാണ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കാരണം എന്താണ്? ഇറങ്ങിപ്പോരാനുള്ള കാരണമാണ് നേരത്തെ പറഞ്ഞത്. എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഒരു ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു, നിൻ്റെ ഈ പാപമാണ് നിൻ്റെ ഈ ക്യാൻസറിന് കാരണം, അതുകൊണ്ട് നീ പാപത്തെ ഉപേക്ഷിക്കുക. അപ്പോൾ അത് അശുദ്ധാത്മാവ് പറയാണ്, ഒരു മനുഷ്യനിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നു. കാരണം എന്താ? ക്യാൻസറിന് വേണ്ടി ഇവൻ ഇറങ്ങിപ്പോന്നതാ. ക്യാൻസർ മാറിയതിന് ശേഷം നീ തിരിച്ചു വന്നോ എന്നല്ലേ ഇതിനർത്ഥം. നമ്മൾ പറയാതെ നമ്മൾ പറയുന്നത് തന്നെയാണ്, ക്യാൻസർ മാറിയിട്ട് നീ തിരിച്ചു വന്നോ, ഇപ്പം എനിക്ക് ക്യാൻസർ മാറണമെങ്കിൽ നീ പോകണം, അവിടെ ഞാനൊരു ലീവ് എടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് ഞാനൊരു ലീവ് എടുക്കുകയാണ്. എൻ്റെ പാപത്തിൽ നിന്ന് ഞാൻ ലീവ് എടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ എനിക്ക് മറ്റൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് ക്യാൻസർ.
ആ വർക്ക് കിട്ടണമെങ്കിൽ ഈ കമ്പനിയിൽ കുറച്ച് നാൾ എനിക്ക് ലീവ് എടുക്കണം. ആ ലീവ് എടുക്കലേ ആകുന്നുള്ളൂ ഇൻറ്റൻഷന് വേണ്ടി പാപം ഉപേക്ഷിക്കുമ്പോൾ. ഹല്ലേലൂയ. ഇതേ പാപം ഞാൻ നിത്യജീവന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. കർത്താവേ, ഞാൻ ഈ പാപം ചെയ്താൽ എനിക്ക് സ്വർഗം നഷ്ടപ്പെടും. ദൈവമേ, ഞാൻ ഈ പാപം ചെയ്താൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടും. എനിക്ക് വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കപ്പെടണം. എനിക്ക് നിത്യജീവൻ ആകാശമാക്കി ജീവിച്ചാൽ മതി. ഈശോ ഇത് പറഞ്ഞൊരു ധനികൻ കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താ? നിനക്കൊരു കുറവുണ്ട്. ആ കുറവാണ് നമ്മൾ ഈ പറഞ്ഞത്. നീ എന്തിനു വേണ്ടി എന്തിനു ഉപേക്ഷിക്കുന്നുവോ അതനുസരിച്ചാണ് ആ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ തിരിച്ചുവരവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എന്തിനു വേണ്ടി എന്തിനു ഉപേക്ഷിക്കുന്നുവോ അതനുസരിച്ചാണ് ഉപേക്ഷിക്കപ്പെട്ടത് നിന്നിൽ നിന്ന് പോയത്. അതല്ലെങ്കിൽ നിന്നിൽ നിന്ന് പോയിട്ടില്ല, അത് തൽക്കാലത്തേക്കൊന്ന് വിരമിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? തിരിച്ചു വരും. വരേണ്ട സ്ഥലത്തിലൂടെ അത് നടന്ന് തിരിച്ചു വരുന്നത് എപ്പോഴാണ്? ഇതേ വ്യക്തിയിൽ അടുത്ത, ഇപ്പോൾ രോഗമാണ് വന്നതെങ്കിൽ അടുത്ത ഇൻറ്റൻഷൻ വരും. അത് കടബാധ്യതയായിരിക്കും, കുടുംബ പ്രശ്നമായിരിക്കും, മറ്റെന്തെങ്കിലും തലമായിരിക്കും. ആ പ്രശ്നം വന്ന് ആ പ്രശ്നത്തിന് വേണ്ടി പിന്നെ ഇയാൾ വീണ്ടും ശുശ്രൂഷകനെ സമീപിക്കും. ശുശ്രൂഷകനെ സമീപിക്കുമ്പോൾ അടുത്ത തലം ഓപ്പൺ ചെയ്ത് കൊടുക്കും ശുശ്രൂഷകന്. അടുത്ത തലം എന്താ? നിൻ്റെ ഇതാണ് ഇതിന് കാരണം. വീണ്ടും അതിനു വേണ്ടി ഇതുപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴേക്കും ഇറങ്ങിപ്പോന്നവൻ 7 എണ്ണത്തിനെയും കൊണ്ട് തിരിച്ചു കയറിയിട്ടുണ്ടാകും. ഇറങ്ങിപ്പോന്നവൻ 7 എണ്ണത്തിനെയും കൊണ്ട് തിരിച്ചു കയറാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇറക്കി വിടുന്നത് നിത്യജീവനെ പ്രതി ആയിരിക്കണം. ഹല്ലേലൂയ. കണ്ണ് തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ സമയത്ത് ജപമാലയോ മറ്റൊന്നും ചെയ്യേണ്ട. ഞാൻ പറയുമ്പോൾ മാത്രം എഴുതിയെടുത്താൽ മതി. ഈ സമയത്ത് ആരും ജപമാല ചെല്ലരുത്. ഈ സമയത്ത് ആരും പ്രാർത്ഥിക്കേണ്ട. കണ്ണടച്ചിരിക്കേണ്ട. കണ്ണ് തുറന്നിരുന്നേ. കണ്ണടച്ചിരിക്കേണ്ട. അതൊരു തരം തട്ടിപ്പാ, പിശാചിൻ്റെ കളിയാ. മറ്റു പ്രാർത്ഥനകളൊന്നും വചനം ശ്രവിക്കുമ്പോൾ ചെയ്യരുത്. മറ്റൊരു പ്രാർത്ഥനയും വചനം ശ്രവിക്കുമ്പോൾ മറ്റൊരു പ്രാർത്ഥനകളും നിങ്ങൾ ചെല്ലരുത്. കാരണം ഇവിടെ നിന്ന് പുറപ്പെടുന്ന വചനം നിങ്ങളിൽ പ്രവേശിക്കാതിരിക്കാൻ പിശാച് കളിക്കുന്നത്. അത് ഇവിടെ നിന്ന് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. അല്ലാതെ മറ്റൊരു പ്രാർത്ഥനയും നിങ്ങൾ ഈ സമയം ചെല്ലരുത്. ജപമാല എല്ലാം മാറ്റി വെച്ചു. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയം ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ഈ അരൂപി നമ്മളെ വിട്ടു പോകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിത്യജീവന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കണം. നിത്യജീവന് വേണ്ടിയിട്ടും അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ട് നിങ്ങൾ പാപത്തെ ഉപേക്ഷിക്കരുത്. പാപത്തെ ഉപേക്ഷിക്കാതിരിക്കാൻ ഞാൻ പറയുന്നതല്ല, പക്ഷെ ഉപേക്ഷിക്കുന്ന പാപം ലക്ഷ്യം വെക്കേണ്ടത് ആ വ്യക്തി, ഞാൻ ഈ പാപത്തെ ഉപേക്ഷിക്കുന്നതിൻ്റെ ലക്ഷ്യം വെക്കേണ്ടത് നിത്യജീവന് വേണ്ടിയിട്ടായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബെസേദ കുളക്കരയിൽ കിടന്ന രോഗിയോട് കർത്താവ് ഈശോ പറഞ്ഞു, 38 വർഷം കിടന്നതാ. ഈശോ വന്ന് സൗഖ്യം കൊടുത്തിട്ട് പറഞ്ഞു, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. 38 വർഷം കിടന്നതിനേക്കാൾ കൂടുതൽ മോശം ഇനി എന്ത് വരാനാ? 38 വർഷം ഒരാൾ രോഗിയായിട്ട് കിടന്നതിലും കൂടുതൽ എന്ത് മോശം സംഭവിക്കാനാ? എന്നിട്ടും ദൈവം പറഞ്ഞെന്താ? കൂടുതൽ മോശമായിട്ട് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ ഇത്രയും നാൾ നീ 38 വർഷം നീ രോഗിയായി കിടന്നത് മോശം കാര്യമല്ല. അതല്ല, അതിലും വലുത് എന്താണെന്നറിയോ? നീ ചെയ്ത പാപം മൂലം നിന്റെ ആത്മസ്ഥിതി കെട്ടുപോകുന്ന മോശം അവസ്ഥ വരാനുള്ള സാധ്യത നിനക്കുണ്ട്. ദൈവം മോശമെന്ന് വിളിക്കുന്നത് അതിനെയാ. നിന്റെ രോഗത്തെ ദൈവം മോശമെന്ന് വിളിക്കുന്നില്ല. നിന്റെ ആത്മസ്ഥിതി കെട്ടുപോകുന്ന അവസ്ഥയുണ്ടോ, അതിനെ മാത്രമേ കർത്താവായ ദൈവം മോശമെന്ന് വിളിക്കുന്നുള്ളൂ. ബാക്കിയൊന്നും മോശമല്ല. ബാക്കിയുള്ളതെല്ലാം നിന്റെ എന്താ പറയുക, ഈ ലോകത്തിൻ്റെ സമ്മാനങ്ങളാണ്. നിന്റെ തന്നെ അധ്വാനത്തിൻ്റെ വിഹിതമാണ്. മോശമല്ല, അത് മോശമല്ല. അത് നിന്നെ തിരുത്താനായിട്ട് നീ തന്നെ ഉണ്ടാക്കിയെടുത്തതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ മോശമായത് അതല്ല, ആത്മാവ് നശിച്ചു പോകുന്ന അവസ്ഥയാണ് കൂടുതൽ മോശമായത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 38 വർഷം കിടന്നവനോട് ഇനി എന്ത് മോശമായത് സംഭവിക്കാൻ? നമ്മൾ ചിന്തിച്ച് ഇനി എന്ത് മോശമായത് അവന് വരാനുണ്ട്? 38 വർഷം അവിടെ കിടന്നു എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. 38 വർഷം കിടന്ന ഒരു സ്ത്രീ എനിക്കറിയാം. 38 വർഷം കിടന്ന സ്ത്രീ ഈ ടേബിളിൻ്റെ പകുതിയേ ഉള്ളൂ. ചുരുങ്ങി അത്രമായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ നോക്കുക. അമ്മയോട് ഞാൻ ചോദിച്ചു, ഇത്
ഈ 38 വർഷം ഇത് കിടന്നത് എത്ര കാലമായി? ഇവൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് 38 വയസ്സ്. ജനിച്ചപ്പോൾ തൊട്ട് ഇതേ കിടപ്പാണ്. ജനിച്ചിട്ട് ഈ കുട്ടി നടന്നിട്ടില്ല, എഴുന്നേറ്റിട്ടില്ല. ഇത് നീളം വെച്ച് മാക്സിമം ഒരു 1 മീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ നീളം. അതിനാ എന്താ പറയുക, ബെഡ് സോറെന്ന് പറഞ്ഞാൽ പോലും ഇത് മുതുകത്ത് മാംസവും തൊലിയൊന്നും ഇല്ല പ്രിയപ്പെട്ടവർ. അസ്ഥിയാണ് ബെഡിൽ ഉരഞ്ഞു കിടക്കുന്നത്. 2 ബിൽഡിങ്ങിൻ്റെ നടുക്കൊരു കാന, ആ കാനയിലൊരു സ്ലാബ് ഇട്ടിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയതാണ് ഇവരുടെ വീട്. അപ്പോൾ ഈ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നതല്ല ശരിക്കും. ഞാൻ ആ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ചെന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈ വീടുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ചെന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചുറ്റുപാടെല്ലാം നോക്കി. വീടെന്ന് പറയണമെങ്കിൽ അതിന് വീടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ മക്കളില്ലെന്ന് വെച്ചപ്പോൾ ഈ അമ്മ ഒരു മൂലയിലേക്ക് നോക്കിയപ്പോൾ ഓട്ടിസം അല്ല, ബുദ്ധിമാന്യമുള്ള ഒരു മകൻ, അതിനേതാണ്ട് 10-30 വയസ്സുണ്ട്. ഒരു 10-100 കിലോയിലോളം ഭാരമുണ്ട് ആ മകന്. അതൊരു മൂലയിലിരിപ്പുണ്ട്. അതിങ്ങനെ ഇരുന്ന് ഒരു വലിയ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു ഹസ്ബൻഡ്, അദ്ദേഹം മരിച്ചു, ഇത്ര വർഷമായി. മൂത്തവളെ 2ാമത്തെ മകനെ പ്രസവിച്ച ഉടനെ മരിച്ചതാണ്. ഈ അമ്മ പറയും എനിക്ക് 3 അറ്റാക്ക് കഴിഞ്ഞു, ഇനി 4ാമത്തേതിന് തീരുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണം. പക്ഷെ ഞാൻ ജീവനോട് ഇരിക്കുന്നുണ്ട്. 3ാമത്തേതിൽ തീരേണ്ടതാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അമ്മയുടെ അറിവുകേടാണോ എനിക്കറിയില്ല, അമ്മ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. 3 അറ്റാക്ക് കഴിഞ്ഞതാ, പക്ഷെ ഞാൻ ജീവനോട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുന്നത് വരെ എനിക്ക് ജീവൻ തരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കാം. പ്രിയമുള്ളവരെ, 38 വർഷമായിട്ട് ഈ മകളിങ്ങനെ കിടക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട്. ഫുള്ളി കോൺഷ്യസ്. ആൾക്ക് അബോധാവസ്ഥയൊന്നുമില്ല, അവൾക്ക് നല്ല ബോധവും വിവരം എല്ലാം ഉണ്ട്. കിടന്ന കിടപ്പിൽ അവളെല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുമുണ്ട്. ബൈബിളെല്ലാം അവൾക്ക് അറിയാം. വചനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് പെൻഡ്രൈവ് ബ്ലൂടൂത്ത് സ്പീക്കറിൽ കുത്തിയിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇവള്. അപ്പോൾ ഇവളിങ്ങനെ ക്ലാസ്സുകൾ എല്ലാം അറിയാം അവൾക്ക്. അവൾ കേട്ടുകൊണ്ട് അവൾ പറയാണ്, ബ്രദറെ ഞാൻ ചോദിച്ചു നിനക്ക് മടുത്തില്ലേടി ഇങ്ങനെ കിടന്നിട്ട്? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് പ്രാർത്ഥിക്കാനാന്ന് ചോദിച്ചു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് പ്രാർത്ഥിക്കാനാണ്? ഞാൻ പ്രാർത്ഥിക്കാൻ തന്നെ വന്നതല്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിർത്തി. അപ്പോൾ ഇവളെന്നോട് പറയാ, എനിക്കും മടുക്കുന്നില്ല, എനിക്കൊരു മടുപ്പുമില്ല. ബ്രദറ് ഇത്രയും പ്രായമായില്ലേ, ഇത്രയും പ്രായത്തിനടക്ക് ഈ പ്രായത്തിൽ ബ്രദറിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് നടക്കുമോ? പക്ഷെ എന്നെ എൻ്റെ അമ്മ എടുത്തുണ്ടോ എല്ലായിടത്തും പോണേ. എന്നെ അമ്മ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പോൾ ഈ സ്ത്രീയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൺവെൻഷനുകളൊക്കെ വരുമ്പോൾ ആ കൺവെൻഷനുകളിൽ പോസ്റ്റർ ഒട്ടിക്കാനും നോട്ടീസ് വിതരണം ചെയ്യാനും അവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ഇവരെ കൊണ്ട് പറ്റുന്ന ഫിസിക്കൽ ഹെൽപ്പുകളെല്ലാം ചെയ്ത് ആ കൺവെൻഷൻ തീരുന്നത് വരെ അവിടെ ആരാരും അറിയാത്ത ഒരു സജീവ സാന്നിധ്യമായിട്ട് അവിടെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഇങ്ങനെ ജീവിക്കുന്ന വിശുദ്ധർ നമുക്കിടയിലുണ്ട്. നമ്മൾ അറിയണം കേട്ടോ. നമുക്കിവിടെ 2 കൈയും 2 കാലും തന്നാലും ആ 2 കാല് ഉറപ്പിച്ച് നിൽക്കുന്ന എല്ലിൻ്റെ ഇടയിൽ എന്തെങ്കിലും കയറിയിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്നും നേരെ ചൊവ്വയുള്ളവരല്ല. അപ്പോൾ ഈ 38 വർഷം ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഈ സ്ത്രീയോട് ഇവളോട് ഞാൻ പോയിട്ട് ഇപ്പോൾ കുറേ വർഷമായിട്ടോ. അന്ന് എനിക്ക് 38 വയസ്സില്ലാത്ത സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ അവളെ കണ്ടിട്ട് അവളോട് സംസാരിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു. ഞാൻ ഈശോയോട് ഈശോയെ, ഇത് 38 വർഷമായത് നീ വന്നതുപോലെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുക. കൊളക്കരയിലായിരുന്നു നീ വന്നതെങ്കിൽ ഞാനൊരു വീട്ടിൽ വന്നേക്കണേ. ഇനി എന്ത് ചെയ്യണം ഈശോയെ, ഇതിനെന്താ ചെയ്യേണ്ടത്? ഈശോ പറഞ്ഞു, അത് എൻ്റെ അടുത്തേക്ക് വരാനുള്ള സമയമായി. അപ്പോൾ ഒരു ഡേറ്റ് കാണിച്ചു ഈശോ. പറഞ്ഞു ഈ ഡേറ്റിനപ്പുറത്തേക്ക് ഇല്ലത്, ആ ഡേറ്റ് വരെ ഉള്ളൂ. നീ അവളോടൊന്ന് അമ്മയോട് പറ, അവളൊന്ന് തിരിച്ച് കിടത്താൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് കിടത്താൻ പറഞ്ഞപ്പോൾ ആണ് കാര്യം കാണുന്നത്. എന്നിട്ട് ഇവളുടെ ഡ്രസ്സ് ഇടാനായിട്ടൊന്നുമില്ല, ഒരു വൈറ്റ് തുണി ഇവളുടെ ദേഹത്തിങ്ങനെ വിരിച്ചിട്ടിട്ടേ ഉള്ളൂ. അപ്പം ഈ അമ്മ ഈ തുണി ഇങ്ങോട്ട് മാറ്റിയപ്പോൾ എൻ്റെ അമ്മേ, ഇവിടെയൊക്കെ വലിയ അളകളാണ്. ഞാൻ കണ്ടിട്ടില്ല അതുപോലത്തെ ഒരെണ്ണം. എന്നിട്ട് മരിക്കുന്നില്ല. എന്നിട്ട് മരിച്ചു പോയാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചു പോകില്ലേ? മരിക്കുന്നില്ല നീ. നമ്മൾക്കൊക്കെ ഇങ്ങനെ നടക്കുന്നില്ലേ? എന്നിട്ട് നമുക്ക് പരാതി തീരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ടും ഇത്ര ആരോഗ്യമുണ്ടായിട്ട് നിങ്ങളുടെയൊക്കെ ക്ഷീണം ഇപ്പോഴും തീർന്നിട്ടില്ല. ഓരോരുത്തർ ഇപ്പോഴും ഉറക്കുക. ഞാൻ ആലോചിക്കുക, എല്ലാം തന്നപ്പോൾ ദൈവത്തെ മറന്നവരല്ലേ നമ്മൾ? പോരാന്ന് പറഞ്ഞിട്ട് എല്ലാം തന്നപ്പോൾ ഇത്രയും ഞാൻ ചോദിച്ചു നിനക്ക് എപ്പോഴൊക്കെ വേന? അപ്പോൾ ഇവള് പറയും എനിക്ക് 24 മണിക്കൂറും പെയിനാ ബ്രദറെ. കാരണം ഈ തൊലി കംപ്ലീറ്റ് പോയപ്പോഴും എനിക്ക് അത്രയും പെയിൻ ഉണ്ടായില്ല. പക്ഷെ മാംസവും പോയി. ഈ ബാക്ക് ബോൺ പായയാണ്, ബെഡല്ല പായയാണ്. അതിലൊരയുമ്പോഴുള്ള പെയിൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചു നിൻ്റെ അമ്മയ്ക്ക് നീ ഭാരമാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാം ഇല്ല, അത് അമ്മയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവിടെ പോലും അവളുടെ മനസ്സ് തളർന്നിട്ടില്ല.
അവിടെ പോലും അവളുടെ മനസ്സ് തളർന്നിട്ടില്ല. നമ്മളാണെങ്കിൽ എന്ത് പറയും? എന്ത് പറയും? അത് ആ ഡേറ്റ് ഞാൻ അവളുടെ ആത്മാവിനെ ഒരുക്കി പ്രാർത്ഥിച്ചു. അവരുടെ ശരീരത്തിലൊന്നുമില്ല പ്രിയപ്പെട്ടവർ, വെറുതെ ഒരു എല്ല് മാത്രമേ ഉള്ളൂ, തൊലിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ കൈക്ക് കയറി മുറുകെ പിടിച്ചപ്പോൾ ഈ കമ്പി കഷ്ണം കുത്തിക്കൊള്ളുന്ന പോലെയാണ്. കാരണം കൈയുടെ ഉള്ളം കയ്യിലൊന്നും എന്തെങ്കിലും മാംസം വേണ്ട, ഒന്നുമില്ല. എൻ്റെ കൈ ഇങ്ങനെ എൻ്റെ വലത് കൈ എടുത്തിട്ട് ഇവളെ 2 കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക. ഞാനിങ്ങനെ ഇവളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ കയ്യിൽ പിടിക്കുന്ന ഫീലല്ല, അതിനുപോലും ഇല്ല. എന്നിട്ട് ഇതിനെ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഇടല്ല തമ്പുരാനെ, തിരിച്ച് വിളിക്കുന്ന പോലെ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇരുന്ന് അവൻ കരയാൻ തുടങ്ങി. 30 വയസ്സുള്ള ആ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത മകൻ നിന്ന് കരയാം, എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് കരയാം. അപ്പം ഇപ്പോൾ കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ പറയാ, കഴിച്ചതിൻ്റെ ഓർമ്മയില്ലെന്ന്. ഭക്ഷണം കഴിക്കുന്നത് ഓർമ്മയില്ല, കഴിച്ചതായിട്ട് ഓർമ്മയില്ല. എന്നാൽ വിശപ്പാണെന്നാണ് ഫുൾ ടൈം അവൻ്റെ ചിന്ത, വിശപ്പാണെന്ന്. അപ്പോൾ വലിയ കലത്തിൽ ഇങ്ങനെ ചോറുണ്ടാക്കിയിടും, വെള്ളവും ഉപ്പും കൊടുത്താൽ മതി, കറി വേണ്ട, അത് തിന്നോളൂ. കുറേ വെള്ളം ഒഴിച്ച് എൻ്റെ ഇത്തിരി ഉപ്പ് ഇട്ട് കലക്കി കൊടുത്താൽ ആ ഉപ്പിൻ്റെ രുചി മതി ഭക്ഷണം കഴിക്കാൻ അവന്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ? നിങ്ങൾ എന്ത് സഹനം സഹിച്ചു എന്നാണ് പറയണേ? നിങ്ങളെ സഹനം എന്തൊക്കെയാണ്? സ്ഥലം വിറ്റ് പോകുന്നില്ല, മോൾക്ക് OET കിട്ടിയിട്ടില്ല, ഗൾഫിൽ ജോലി കിട്ടിയിട്ടില്ല, അഡ്മിഷൻ ശരിയായിട്ടില്ല, ചിലതിനൊക്കെ സൂക്കേട് മൂത്തിട്ട് വേറെ ഏതാണ്ടൊക്കെ എനിക്ക് വായിൽ വരുന്നത്. ഇന്നലെ വന്ന് പറഞ്ഞ ഇൻറ്റൻഷനൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ പിന്നെ നമ്മളുടെ ഡ്യൂട്ടി എന്താണോ അത് ചെയ്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടിയെ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ, ചെയ്തു കൊടുക്കും. ദൈവമേ ഇത് ആവശ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഈശോയോട് പറഞ്ഞ് കെട്ടിയിട്ടിട്ടാണ് വിടുന്നത്. ആവശ്യമുള്ളതാണെങ്കിൽ കർത്താവേ നീ ഇടപെടണമേ, ദൈവഹിതം മാത്രം. ഇങ്ങനെ ഇതിനു വേണ്ടി 38 വർഷത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ഞാനിത് പറയണം. ഇത് മരിച്ചു, എനിക്ക് പറഞ്ഞ ആ ഡേറ്റിൽ തന്നെ ആത്മാവിനെ ദൈവം തിരിച്ചു കൊണ്ടുപോയി. ആ അമ്മ മരിച്ചു, അവൾ മരിച്ചു, ആ മകനെ ഒരു ഹൗസിൽ ഏറ്റെടുത്ത് കുറച്ച് പേര്. അതിപ്പോൾ എന്താണോ എനിക്കറിയില്ല. പ്രിയമുള്ള ദൈവജനമേ, ഞാനിങ്ങനെ ഈ മരിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ദൈവകരങ്ങളില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ആത്മാവ് ദൈവകരങ്ങളില്ല. സഹിക്കുന്നവൻ്റെ ആത്മാവ് ദൈവകരങ്ങളില്ല. സ്വസ്ഥമാണ്, ഫ്രീയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സഹനം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങളൊന്നും എടുക്കല്ലേ കേട്ടോ. അത് കൂട്ടിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അനുവദിച്ച സഹനം കൂട്ടിക്കിട്ടാൻ വേണ്ടി, അല്ലാതെ നിങ്ങളെ പാപം മൂലമുണ്ടായ സഹനം കൂട്ടിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച ദുരിതമായിരിക്കും. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ കർത്താവെ എടുത്തു മാറ്റരുതേ എന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ, മനസ്സ് നമുക്കുണ്ടാവണം. നമ്മൾ പരാതിയുടെ ഭാണ്ഡക്കെട്ട് അഴിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ എന്താ പറയുക, ചോര തുപ്പി ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട്. ഇതുപോലെ ചോര തുപ്പി ജീവിക്കുന്നവരാണ്. അതങ്ങനത്തെ അവസ്ഥ തന്നെയാണ്. അത് വയന്ന് വരുന്നതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടതാണ്. ഇങ്ങനെ കവളിലൂടെ ഇങ്ങനെ ബ്ലഡാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് വേറൊരു സ്ത്രീയെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും എല്ലാ ഹോളിൽ നിന്നും പുഴുക്കൾ പുറത്തേക്ക് വരാം. തലയിൽ കൈവെക്കാൻ വേണ്ടി കൈ കൊണ്ടുപോകുമ്പോൾ കണ്ണിൽ നിന്ന് പുഴുക്കളാണ് വരുന്നത്. അപ്പം ഇത് കണ്ടിട്ടിങ്ങനെ നോക്കി നിൽക്കാം. മരിച്ചതിന് ശേഷം വരേണ്ടത് ജീവിച്ചിരിക്കേ വന്നിരിക്കുക. എൻ്റെ ഹിസ്റ്ററി ഉണ്ട്, അത് വേറെ വശം. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഏറ്റവും ബെസ്റ്റാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് നിങ്ങൾ രാജപദവിയിലാണ്. നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ രാജപദവിയിലാണ്. നമ്മൾ ഒരു കുറവും നിങ്ങൾക്കില്ല. നിങ്ങൾ കുറവുണ്ടെന്ന് നടിച്ച് ഇവിടെ ഇരിക്കുന്ന അഹങ്കാരികളേ ഉള്ളൂ, അല്ലാതെ ഒരു കുറവും നിങ്ങൾക്കില്ല. നിങ്ങൾ രാജപദവിയിലാണ്. കുറവുകൾ പറഞ്ഞ് സ്വയം ബലിയാടായി പിശാചിന് അടിമകളാക്കി സ്വയം സമർപ്പിക്കപ്പെട്ട കുറച്ച് പേരേ ഉള്ളൂ ഈ കൂട്ടത്തിൽ. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഴിച്ചത് എവിടെയൊക്കെയോ സ്ഥാനം തെറ്റി കയറിയതിൻ്റെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലാതെ വേറെ വിഷയമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് പറയരുത്. ഞാൻ പറഞ്ഞില്ല, ആരാധിച്ചാൽ മതി. ദൈവത്തെ ആരാധിക്കുക. മനസ്സ് തുറന്ന് അവസ്ഥകളൊന്നും പറയാതെ മനസ്സ് തുറന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുക. സന്തോഷിക്കുക നിത്യം. നിങ്ങളിലുള്ള കൊച്ചു കൊച്ചു സങ്കടങ്ങളെ ഓർത്ത് സന്തോഷിക്കുക. വലിയ സങ്കടങ്ങൾ ഒന്നും കർത്താവേ നീ എൻ്റെ തോളിൽ വെക്കാതെ നിൻ്റെ പൊന്നോമനയായിട്ട് എന്നെ നീ ചേർത്ത് വെച്ചില്ലേ,
ഇവരെ ഓരോരുത്തരുടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ എനിക്ക് എല്ലാ വിധത്തിലൊരു സുരക്ഷിതത്വം നീ തന്നില്ലേ? എനിക്ക് ഒന്ന് കൈ നീട്ടിയാൽ കൈ എത്തുന്ന അകലത്തിൽ എൻ്റെ വേണ്ടപ്പെട്ടവർ എന്നോട് കൂടെ ഇല്ലേ? എല്ലാ രീതിയിലും കർത്താവേ എനിക്ക് നീ സംരക്ഷണമാണ് തന്നിരിക്കുന്നത്. കുറവുകളെന്ന് പറയാനായിട്ട് എനിക്കൊന്നുമില്ല. ബാക്കി ഞാൻ നിന്നെ ഓർക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കർത്താവിന് മനസ്സുമെടുത്ത് ആ ബ്ലോക്ക് അഴിച്ചുവിടുന്ന കരുണാമയനായ കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ഒത്തിരി അഹങ്കരിക്കരുത്, ഞാനെന്ന് പറയുന്ന ഭാവം ഉണ്ടാകരുത്. നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കരുത്. ദൈവത്തിൻ്റെ തീരുമാനത്തിന് നിങ്ങളെ വിട്ടുകൊടുക്കുന്നിടത്ത് പ്രിയമുള്ളവരെ, സാത്താൻ്റെ ആധിപത്യങ്ങൾ മുട്ടുമടക്കും, സാത്താൻ്റെ തിന്മകൾ മുട്ടുമടക്കും, അവൻ്റേതായിട്ടുള്ള എല്ലാ അവസ്ഥകൾ മുട്ടുമടക്കും. പക്ഷേ നിങ്ങൾ അവൻ്റെ പാപത്തിന് അവൻ ഒരുക്കി വച്ചിരിക്കുന്ന ആ രൂപിക്ക് നിങ്ങൾ കീഴടങ്ങല്ലേ. അത് ദുരിതമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത, ദൈവത്തിന് പോലും ഇടപെടാൻ പറ്റാത്ത വലിയ ദുരിതത്തെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവഹിതമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിതമല്ല പ്രിയപ്പെട്ടവർ, അതൊന്നും ദൈവഹിതമല്ല. നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ഇപ്പോഴും നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേര് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് ശ്രദ്ധയോടെ വചനം ശ്രവിക്കുന്നുണ്ട്? എത്ര പേര് ശ്രദ്ധയോടെ ബലിയർപ്പിക്കുന്നുണ്ട്? ഒന്നാലോചിച്ച് നോക്കിയേ. എല്ലാ സൗകര്യവും ദൈവം തന്നപ്പോൾ ദൈവമെന്ന് പറയുന്ന വലിയ സൗകര്യത്തെ നമ്മൾ മറന്നു ജീവിച്ചവരല്ലേ? എല്ലാ സൗകര്യവും തന്നപ്പോൾ കുറവുകളിലേക്ക് നോക്കി ദൈവത്തോട് പരാതിപ്പെട്ടവരല്ലേ നമ്മൾ? എല്ലാം ദൈവം തന്നപ്പോൾ ഇല്ലാത്തത് മാത്രം തെരഞ്ഞു പിടിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയവരല്ലേ നമ്മൾ? എല്ലാം ദൈവം തന്നപ്പോൾ ഒന്നുമില്ലാത്തവനെക്കുറിച്ച് ചിന്തിക്കാത്ത നികൃഷ്ടരായിട്ടുള്ള മനുഷ്യരല്ലേ നമ്മൾ? അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനന്തമായ അവൻ്റെ കരുണയെ ഓർത്ത് അവനോട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കൃപകളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അല്പം നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. അത് തന്നെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തേണ്ട സമയത്ത് തന്നെ എത്തണം. അതിനൊരു കാലതാമസം വരാൻ പാടില്ല. അത് നാളെ ആവട്ടെ എന്ന് പറയാൻ പാടില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും എന്തിനോടാണ് കോംപ്രമൈസ് ചെയ്യണത്? ഭക്ഷണത്തോട് കോംപ്രമൈസ് ചെയ്യോ? ഇല്ല. എനിക്ക് എത്ര തിരക്കാണെങ്കിലും വിശക്കുമ്പോൾ ഭക്ഷണം പിന്നെ കഴിക്കാം, ജോലി നടക്കട്ടെ എന്ന് ഞാൻ പറയില്ല. ഭക്ഷണം കഴിക്കാൻ സമയം ഞാൻ ഓടിച്ചെന്ന് ഭക്ഷണം കഴിക്കും. എന്നാൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന എന്തിനോടാ? ആരാധനയോട്, കുടുംബ പ്രാർത്ഥനയോട്, പരിശുദ്ധ കുർബാനയോട് ഞാൻ കോംപ്രമൈസ് ചെയ്യും. കാരണം എന്താ? അവിടെ തിരിച്ചൊരു ചോദ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനോട് കോംപ്രമൈസ് ചെയ്യും. എല്ലാത്തിലും കോംപ്രമൈസ് ചെയ്യാൻ ദൈവമെന്ന് പറയുന്ന എൻ്റെ സൃഷ്ടാവും പരിപാലകനുമായവൻ എന്നോട് കൂടെയുണ്ട്. പക്ഷേ ആ ദൈവത്തോട് തന്നെ കോംപ്രമൈസ് ചെയ്യാതെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ചെന്ന് നിരത്തുകയും ചെയ്യും. അത് തന്നില്ലെങ്കിൽ ഇതേ ദൈവത്തെ തന്നെ ഞാൻ പുച്ഛിച്ചു തള്ളും. അവിടെ എനിക്ക് ഒന്ന് കോംപ്രമൈസ് ചെയ്യാം. കർത്താവേ, നീ എൻ്റെ പാപങ്ങളിൽ മേൽ നീ കോംപ്രമൈസ് ചെയ്തെങ്കിൽ എൻ്റെ നിയോഗങ്ങളെ പ്രതി ഞാനും കോംപ്രമൈസ് ചെയ്യാം. നീ എനിക്കിത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുമോ? ഇല്ല. കിട്ടിയേ പറ്റുള്ളൂ എന്നേ പറയുള്ളൂ. അതേ ദൈവം നമ്മളോട് പറയാം, നീ പാപം ചെയ്തില്ലേ, ഞാൻ കോംപ്രമൈസിന് തയ്യാറല്ല എന്നൊരു തീരുമാനം ദൈവം എടുത്താൽ നമ്മൾ വല്ലവരും ബാക്കിയുണ്ടോ പ്രിയപ്പെട്ടവരെ? പക്ഷെ ദൈവത്തോട് ഉണർത്തിക്കുന്ന നമ്മുടെ നിയോഗങ്ങളിലോ കോംപ്രമൈസ് ചെയ്യില്ല. അതുകൊണ്ടെന്താ? ആ നിയോഗങ്ങൾ നേടിയെടുക്കാനുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യന് പഠിപ്പിച്ചു തന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ ഇങ്ങനെ പ്രാർത്ഥിക്ക്. മേടിച്ചെടുക്കാം. നമുക്ക് മേടിച്ചെടുക്കുന്നുണ്ടല്ലോ എല്ലാവരും. മേടിച്ചെടുത്തോ. ആത്മാവിൻ്റെ സ്ഥിതിയും കൂടെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നീ ഇതിലേ കൂടി പോയി പ്രാർത്ഥിച്ചു. കിട്ടും. ഈ വഴി പോയി പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തോട് തന്നെയല്ലേ? നീ ഒരു തെറ്റും ചെയ്യണമെന്ന് ഉറപ്പ് കൊടുത്തിട്ടല്ലേ നീ പ്രാർത്ഥിക്കണത്? കാര്യം നടക്കുന്നില്ലേ? കാര്യം നടക്കുന്നുണ്ട്. ആ കാര്യം നിനക്ക് തന്ന വിശ്വാസം നടക്കുന്നുണ്ട് നിൻ്റെ കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 27 മുതലുള്ള തിരുവചനം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-27 മുതലുള്ള തിരുവചനമാണ് നമ്മൾ ശ്രവിക്കുന്നത്. അവൻ വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി അവർ അവനോട് ചോദിച്ചു,
എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ പ്രവർത്തിക്കുന്നതിന് നിനക്ക് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവേ. എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഉടനെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറയുവാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഇതാണ് വചനം. എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഇതാണ് ഞാൻ ചോദിച്ചത്. യേശുവിനോട് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുമ്പോൾ കർത്താവെന്ന് നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചതുപോലെ നമ്മളോടും ചോദിക്കാം തിരിച്ചൊരു ചോദ്യം, നമ്മളുടെ ഉത്തരം മുട്ടിക്കാൻ. ഇതുപോലെ ഈശോ നമ്മളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം കർത്താവിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അത് ചോദ്യമല്ല, അതൊരു ആൻസർ തന്നെയാണ്. നമ്മൾക്കത് ചോദ്യമായിട്ട് തോന്നുന്നതേ ഉള്ളൂ. കർത്താവ് ചോദിക്കുന്നത് ആൻസറാണ്, ചോദ്യമല്ല. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്ന എന്താണെന്നറിയോ? കുറ്റപ്പെടുത്തുന്ന ചോദ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം അത് എൻ്റെ ഉള്ളിലൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യമായതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈശോ ജെറുസലേമിൽ വീണ്ടും വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞത് ഇതേ ദേവാലയത്തെയാണ് തൊട്ട് മുമ്പത്തുള്ള വചനഭാഗത്തിൽ അവൻ വിശുദ്ധീകരിക്കുന്നത്. നാണയ കൈമാറ്റക്കാരെ, കച്ചവടക്കാരെ എല്ലാം അവൻ പുറത്താക്കി. പക്ഷെ ഇന്നും ഈ കച്ചവടക്കാരും ഈ നാണയ കൈമാറ്റക്കാരും ദേവാലയത്തിലുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പുറത്താക്കിയത് വീണ്ടും സ്ഥാനം പിടിക്കാതിരിക്കാൻ കർത്താവ് ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ദേവാലയത്തിനകത്തൂടെ നടക്കുന്നു എന്ന് പറഞ്ഞു. ദേവാലയത്തിലൂടെ നടക്കുമോ പ്രിയപ്പെട്ടവരെ? ദേവാലയത്തിൽ ആരാധനയല്ലേ? പക്ഷേ ക്രിസ്തു ദേവാലയത്തിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ കർത്താവ് നടക്കുമോ? കർത്താവിൻ്റെ യാത്രയെന്ന് പറയുന്നത് ആയിരിക്കുന്ന അവസ്ഥകളിലെല്ലാം ഈശോ യാത്രയിൽ തന്നെയാണ്. ദേവാലയത്തിലാണെങ്കിലും വഴിയരികിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും യേശു എന്നൊരു പദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് സഞ്ചരിക്കുന്നു എന്നൊരു പദമോ യാത്രയിലായിരുന്നു എന്നൊരു പദമോ ഉണ്ട്. തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ യേശുവിനോടുകൂടെ സഞ്ചാരം, പുറപ്പെട്ടു, വന്നു, ചെന്നു, നിന്നു, ഇതെല്ലാം യേശുവിനോട് കൂടെയുണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്ത് നിൽക്കുന്നതാണ്. അവനൊരിക്കലും ഒരു സ്ഥലത്തും സ്ഥിരതയില്ല. അവൻ ഓടിക്കൊണ്ടിരിക്കുക. കാരണം ആത്മാക്കളാണ് ലക്ഷ്യം. ആത്മാക്കളെ പ്രതി ഓടുന്ന ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഓട്ടം നിലയ്ക്കത്തില്ല. ഈ ഓട്ടം അടുത്തത് കണക്ട് ചെയ്ത് കൺട്രികളെല്ലാം ഇങ്ങനെ ഓടി തീർക്കും നമ്മൾ. എന്തുകൊണ്ടാണ് ഓടി തീർക്കാൻ കാരണം? ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം അയക്കപ്പെടുകയാണ് നമ്മളിലൂടെ. ദൈവത്തെ തന്നെ അയക്കുകയാണ് നമ്മളിലൂടെ. നമ്മൾ ആരെ ക്യാരി ചെയ്യും? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ ക്യാരി ചെയ്ത് നമ്മൾ കൊണ്ടുപോവുകയാണ് എല്ലാ രാജ്യങ്ങളിലും. എൻ്റെ കർത്താവിനെയും കൊണ്ട് ഞാൻ പോവുക. എന്തിനാ പോകുന്നത്? അവിടെയുള്ള ആത്മാക്കൾക്ക് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ പരിചയപ്പെടുത്തണം. കേട്ടറിഞ്ഞവനെ പരിചയപ്പെടുത്തരുത്. തെറ്റുപറ്റും നമുക്ക്. ഒരിക്കലും ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ബൈബിളിലുള്ള ദൈവത്തെ പരിചയപ്പെടുത്തരുത്. ബൈബിളിൽ നിന്ന് ഞാൻ സ്വീകരിച്ച, ഞാൻ വിശ്വസിച്ച, എന്നിൽ വസിക്കുന്ന, ഞാൻ സ്വന്തമാക്കിയ എൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്തണം. ഹല്ലേലൂയ. അപ്പം അങ്ങനെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് ആദ്യമേ ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുത്തനുണ്ട് എന്നെനിക്ക് പറയണമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അതെൻ്റെ ഉള്ളിലുണ്ടാവണ്ടേ. ബൈബിളിലുള്ളത് എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. ബൈബിള് ഞാനും പരിചയപ്പെടുത്തിയിട്ട് വേണ്ട അവർക്കറിയാൻ. പക്ഷേ ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യത്തെയാണ് പ്രഘോഷിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ തലത്തിലാണെങ്കിലും സഹനത്തിൻ്റെ തലത്തിലാണെങ്കിലും അനുഗ്രഹത്തിൻ്റെ തലത്തിലാണെങ്കിലും ഞാൻ അനുഭവിച്ച് അറിഞ്ഞ സഹനത്തെ നമ്മൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ബൈബിളിലുള്ളതിനെ പ്രഘോഷിക്കാൻ എഴുത്തും വായന അറിഞ്ഞാൽ മതി പ്രിയപ്പെട്ടവരെ. ആർക്കും പറ്റും. ഇത് എഴുത്തും വായന അറിയാവുന്ന ഒരാളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇത് വായിച്ചോളും. ചിലപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും തന്നുകൊണ്ടിരിക്കും. അത് അനുഭവമാകില്ല. കാരണം എന്താണെന്നറിയോ? അനുഭവിച്ചവനെ
അനുഭവിച്ചവനെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് അനുഭവിച്ചു? ക്രിസ്തു എന്ന് പറയുന്ന അനുഭവം എനിക്കുണ്ടായതുകൊണ്ട് പ്രഘോഷിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ബൈബിളിൽ വസിക്കുന്നവനല്ല, ബൈബിളിനെ പ്രസംഗിക്കുക. അതാണ് ദൈവവചന പ്രഘോഷണം. ഇത് തന്നെയാണ് ഭവനത്തിൽ പരസ്പരം നമ്മൾ ചെയ്യേണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ആശ്വസിപ്പിക്കൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ആശ്വസിപ്പിക്കലിന് നമ്മൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മിലുള്ള ആന്തരിക മുറിവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മിൽ ഒത്തിരി മുറിവുകളുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ നമ്മുടെ ഒരു ബാല്യ പ്രായം എത്തിയ കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കിട്ടുന്നതാണ് മുറിവ്. അതിനുശേഷം കിട്ടുന്നതൊന്നും മുറിവുകളല്ല, അതിനുശേഷം കിട്ടുന്നതെല്ലാം സഹനങ്ങളെന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മൾ മെച്വേർഡ് ആകുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും ഏൽക്കുന്നതാണ് മുറിവുകൾ, ഇന്നർ വോൺസ്. ബാക്കിയുള്ളതൊന്നും പ്രിയപ്പെട്ട ദൈവജനമേ മുറിവുകളല്ല, അതെല്ലാം അനുഭവങ്ങളോ സഹനങ്ങളോ ആണ്. അപ്പോൾ ഈ മുറിവ് നമുക്ക് ലഭിച്ച, നമ്മളിലേക്ക് വന്നു ചേർന്ന ഈ മുറിവ് നമ്മൾ പറയും 60, 70, 80 വയസ്സെത്തിയാലും നമ്മൾ പറയും എനിക്ക് ആന്തരിക മുറിവ് മൂലം എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ആന്തരിക മുറിവ് മൂലം എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും, ഞാൻ ഈ കാര്യത്തിൽ വീക്കാണ്. എന്തുകൊണ്ടാണ് വീക്കാകുന്നത്? ഈ ആന്തരിക മുറിവിനെ ഞാൻ താലോലിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. ഞാൻ ഈ ആന്തരിക മുറിവിനെ എങ്ങനെയാണ് താലോലിക്കുന്നത്? എൻ്റെ ഉള്ളിലുള്ള ആന്തരിക മുറിവാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഞാനൊരു സീറ്റിട്ട് കൊടുത്തിരുത്തിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആന്തരിക മുറിവിനെ ഓവർകം ചെയ്യാൻ യേശുവിൻ്റെ 5 തിരുമുറിവ് മതി. ഒരാന്തരിക മുറിവ് നിങ്ങൾക്ക് വന്നു. ഇപ്പോൾ കുഞ്ഞുനാളിൽ ആരെങ്കിലും നിങ്ങൾ മിസ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ കുഞ്ഞുനാളിലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസ്ഥ നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരവസ്ഥ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായി. ഇവിടെയാണ് യേശു എന്ന് പറയുന്ന അധികാരം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ മുറിവിന് മുകളിൽ അവൻ്റെ പഞ്ചക്ഷതം എന്ന് പറയുന്ന, അവൻ്റെ 5 തിരുമുറിവെന്ന് പറയുന്ന മുറിവുകളെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ മുറിവിനെ സ്വീകരിച്ച് ഇതിനെ താലോലിക്കും തോറും ഇത് നമ്മളിൽ വളരുകയും വസിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മുറിവിനെ നമുക്ക് അടച്ചു കെട്ടാൻ പറ്റണം. എന്തു വെച്ച് കെട്ടും? അവിടെയാണ് പ്രിയമുള്ള ദൈവജനമേ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണർന്ന് പ്രശോഭിക്കേണ്ടത്. നമ്മളിൽ എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടായിരിക്കെ ഈ പരിശുദ്ധാത്മാവ് എന്നിലുള്ളത് ഈ പരിശുദ്ധാത്മാവാണെങ്കിൽ ഇത് ഉണ്ടായിരിക്കെയാണ് ഞാൻ പറയുന്നത് എനിക്ക് ആന്തരിക മുറിവാണ്. ഇത് എന്നിലുണ്ടായിരിക്കെ എങ്ങനെയാ രണ്ടും ഒരുമിച്ച് പോകുന്ന പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് പോകാനുള്ള കാരണം എന്താ? ഇത് ഒരു പടി മുകളിൽ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ ചിന്തയിൽ ഇത് രജിസ്റ്ററായി കിടക്കുക. എനിക്ക് ഈ മുറിവ് ഉണ്ടെന്നുള്ളത് എൻ്റെ ചിന്തയിൽ രജിസ്റ്ററാണോ, പ്രവൃത്തിയിലും അത് ഓൾറെഡി രജിസ്റ്റേർഡാണ്. അപ്പം ഞാൻ ഈ ആന്തരിക മുറിവിനെ രജിസ്റ്റേർഡ് ആക്കിയത് എന്തുകൊണ്ടാണ്? എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടല്ലേ. ഈ അനുഭവത്തിനു മുകളിൽ കർത്താവ് 5 തലം നമുക്ക് തരും. അതാണ് ഈശോ 5 തിരുമുറിവുകൾ. ഈ ആന്തരിക മുറിവിനെ ഓവർകം ചെയ്യാൻ അതേ അവസ്ഥയിൽ അതിനേക്കാൾ എന്താ പറയുക, ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഏതെങ്കിലും മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ് എൻ്റെ ആന്തരിക മുറിവാണ് ഇതിന് കാരണമെന്ന് ചിന്തിച്ചാൽ ആ മുറിവിന് ഒന്നുകൂടെ ആഴം വയ്ക്കാം. നേരെ മറിച്ച് ഈ ആന്തരിക മുറിവിനെ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവേ ഈ രണ്ടാമത് ഈ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ ഞാൻ ആ ആന്തരിക മുറിവിനെ ആലോചിക്കാതെ ദൈവീക തിരുമുൻപിൽ ഞാൻ തന്നെ സമർപ്പിച്ചിട്ട് പറയാം, ദൈവമേ പരിശുദ്ധ മറിയമേ അമ്മേ, ഇപ്പോൾ എനിക്കുണ്ടായ ഈ ഒരു അറ്റാക്കിനെ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ എന്നിൽ നമ്മൾ പുറത്താക്കണമേ. അമ്മയുടെ വലിയൊരു മാധ്യസ്ഥ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വന്ന് ഈ ഒരു തലത്തെ അമ്മ സുഖപ്പെടുത്തണമേ എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ ഒരു മുറിവിന് ബദലായി കർത്താവ് 5 തരത്തിൽ
നിങ്ങൾക്ക് അതേ സിമിലറായിട്ടുള്ള അതേ സഹനത്തിലൂടെ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഈ 5 തലത്തിലും നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. എങ്ങനെ വിജയിക്കണം? അതിലൂടെ പ്രവർത്തിച്ച അരൂപിയോട് നിങ്ങൾ കീഴടങ്ങാതെ യേശുവിൻ്റെ നാമത്തിൽ അതിനുമേൽ സ്വർഗത്തിൻ്റെ അധികാരത്തെ നിങ്ങൾ പ്രയോഗിക്കണം. അതെന്താണ് അധികാരം? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്ന ദൈവപുത്രനായവൻ, പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയവൻ, എന്നോടുകൂടെ നിത്യകാലം ആയിരിക്കുന്നവൻ, എന്നെ നിത്യജീവനത്തിലേക്ക് നയിക്കുന്നവൻ, നിത്യജീവനിൽ വർഷിച്ചവൻ, ഇവനിലേക്ക് ഞാനിതിനെ സമർപ്പിക്കുന്നു. നമ്മൾ ഏറ്റുകൊടുക്കുക. ഇത് ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് സമർപ്പിക്കാതെ മുറിവിൽ ജീവിക്കുന്നിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, അതെന്നും മുറിവ് തന്നെയായിട്ട് നിൽക്കും, ഹീലാവില്ല. മുറിവിന് നമ്മൾ പറയില്ലേ, മുറിവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ വികസിച്ചു, അതിൻ്റെ ഡെപ്ത് കൂടി, അതിൻ്റെ സ്റ്റിച്ചിന് കുറച്ചധികം ഇടണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. നമ്മൾ മുറിവ് എന്ന് പറയുന്നത് തിരുമുറിവിൽ സമർപ്പിക്കാനുള്ളതാണ്. ഒരു മുറിവും മറ്റൊരിടത്തും സമർപ്പിക്കരുത്. മുറിവിലേക്ക് മറ്റൊന്നും ഒഴിക്കരുത്. തിരുമുറിവിലേക്ക് കൊടുക്കണം. ക്രിസ്തുവിൻ്റെ തിരുമുറിവിലേക്ക്, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിലേക്ക് നിങ്ങളുടെ ആന്തരിക മുറിവുകളെ നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ, ആന്തരിക മുറിവുകൾ യേശുവിൻ്റെ തിരുമുറിവിൽ ഓൾറെഡി ഒരു മെഡിസിൻ കിടക്കുന്നുണ്ട്. അതാണ് യേശുവിൻ്റെ തിരുരക്തം എന്ന് പറയുന്ന മെഡിസിൻ. അതോടൊപ്പം യേശുവിൻ്റെ തിരുമുറിവിലുള്ള മറ്റൊരു മെഡിസിനാണ് ഇതിനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന യേശുവിൻ്റെ പരിശുദ്ധ മാംസം. അത് രണ്ടും യേശുവിൻ്റെ തിരുരക്തവും കൊണ്ട് കർത്താവ് അതിനെ പ്ലാസ്റ്റർ ചെയ്ത് ബാൻഡേജ് ചെയ്ത് കർത്താവ് അതിനെ നിനക്ക് കെട്ടിപ്പൂട്ടി തരും. നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ കാണുന്ന പോലെ ആ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ ആ വ്യക്തി വീണ് കിടക്കുമ്പോൾ ഒത്തിരി പേര് വന്നു. ഈ മുറിവ് കണ്ട് ഒരു വഴിക്ക് അവർ പോയെങ്കിൽ, സമരിയക്കാരൻ വന്നപ്പോൾ അതിനെ 2 കാര്യങ്ങൾ കൊടുത്ത് കെട്ടിപ്പൂട്ടിയെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, നമുക്കും ഇതിനെ കെട്ടിപ്പൂട്ടാൻ ഈശോ നമുക്ക് തന്നിരിക്കുന്ന 5 മുറിവുകളെ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടായാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് ഈശോ ഇവിടെ പറയുന്നത്, ജെറുസലേമിൽ വന്ന് ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി. ദേവാലയത്തിലല്ല അവരെത്തിയത്, അവരും ദേവാലയത്തിലെത്തി എന്ന് പറയുന്നില്ല. അപ്പോൾ ഞാനും നിങ്ങളും എന്താ പറയുക, ഫരിസേയരും നിയമജ്ഞരും ജനപ്രമാണികളാണെങ്കിൽ നമ്മൾ ദേവാലയത്തിലെത്തിയതല്ല, ആരുടെയൊക്കെ അടുത്തെത്തി എന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു ദേവാലയത്തിൽ നടന്നു, ബാക്കിയുള്ളവർ ക്രിസ്തുവിൻ്റെ അടുത്താണ് എത്തിയത്. അത് ക്രിസ്തുവിൻ്റെ അടുത്തെത്തിയത് ക്രിസ്തുവിൽ നിന്ന് അഭിഷേകം സ്വീകരിക്കാനല്ല, ക്രിസ്തുവിനെ വിധിക്കാനാണ്. ഇത് തന്നെയാണ് ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മനോഭാവത്തെയാണ് അവിടെ ഈശോ കാണിച്ചു തരുന്നത്. ഫരിസേയരും നിയമജ്ഞരും ജനപ്രമാണികളും ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദേവാലയത്തിലല്ല, ക്രിസ്തുവിൻ്റെ അടുത്താണ്. നമ്മൾ ചെല്ലേണ്ടത് ദേവാലയത്തിലേക്കാണ്. നമ്മൾ ചെല്ലേണ്ടത് ദേവാലയത്തിൽ ചെന്ന് ക്രിസ്തുവിലേക്ക് സമർപ്പിക്കണം. നമ്മൾ ചെല്ലുന്നത് പലപ്പോഴും ദേവാലയത്തിലേക്ക് എത്തുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ പോക്ക് എത്തുന്നത് അവിടം വരെയല്ല. അവിടെ കാണുന്നവരിൽ ഉടക്കി നിൽക്കും, അവിടെ കേൾക്കുന്നവരിൽ ഉടക്കി നിൽക്കും. ആരെല്ലാം ബലിയിൽ അശ്രദ്ധ കാണിക്കുന്നുവോ അവിടെ നമ്മുടെ കണ്ണുടക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങളിൽ നമ്മുടെ കണ്ണുടക്കി കിടക്കുക. കാരണം ആ കുറ്റം കണ്ടുപിടിച്ച് അതിനെ തിരുത്താനായിട്ട് ഇവിടെ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുക. ബലി അവിടെ നടക്കും, ഇവിടെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അവൻ ചെയ്യുന്നത് നോക്കി എൻ്റെ ബലിയെ ഞാൻ നഷ്ടപ്പെടുത്തി, ഈ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കി നിന്നപ്പോഴാണ് കുർബാന സ്വീകരണം എത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രിയമുള്ള ദൈവജനമേ, ദേവാലയത്തിലെത്തണം. നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് എത്തരുത്. ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിൽ, അതായത് ദൈവമായിരിക്കുന്ന ആലയത്തിൽ തന്നെ എത്താൻ പറ്റണം. ഇതെത്താൻ പറ്റാത്തത് എന്തെന്നറിയോ? എൻ്റെ ശരീരം ദൈവാലയമാണെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിലേ പ്രിയമുള്ളവരെ എനിക്കത് പറ്റുള്ളൂ. എൻ്റെ ശരീരം ദൈവാലയമാണ്, ദൈവത്തിന് വസിക്കാനുള്ള ആലയമാണ് എൻ്റെ ശരീരമെങ്കിൽ ഇതിനെ ദൈവാലയമായി കണ്ട് ഇതിൽ വസിക്കുന്ന ദൈവത്തിനെ ഞാൻ ആരാധിച്ചില്ലെങ്കിൽ, എനിക്ക് പ്രകൃതിയിൽ നിന്ന് ഇഷ്ടിക കൊണ്ടും ചരലും മണ്ണും കൊണ്ടൊക്കെ നിർമ്മിച്ച് കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കി അതിനകത്ത് ദൈവിക സാന്നിധ്യം ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എനിക്ക് ചെന്നാൽ അതെല്ലാം കല്ലും മണ്ണുമായിട്ടേ എനിക്ക് തോന്നൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നശ്വരമായ അവസ്ഥകളിലായിരിക്കുന്ന അനശ്വരനായ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഞാനും നിങ്ങളും എന്ന് പറയുന്നതും അത്ര വലിയ പുണ്യപ്പെട്ട വസ്തുതയൊന്നുമല്ല. പല കളറിലുള്ള നശ്വരമായിട്ടുള്ള പുഴുക്കൾക്കുള്ള ഈ ബോഡിയിൽ കർത്താവ് വസിക്കുക.
മലിനമായ ഈ മണ്ണുകൊണ്ട് മെനഞ്ഞെടുക്കപ്പെട്ട, ചെളി കൊണ്ട് മെനഞ്ഞെടുക്കപ്പെട്ട ഈ ബോഡിയിൽ ക്രിസ്തു വസിക്കുക. ആത്മാവായി അവൻ എന്നിൽ വസിക്കുന്നുണ്ട്. അവൻ ചെളി കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന നിങ്ങളിൽ വസിക്കുന്നവനായതുകൊണ്ട് തന്നെ അവന് കാലിത്തൊഴുത്തിൽ വന്നു പിറക്കാനായിട്ട് അവന് സാധിച്ചത്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് മനുഷ്യൻ്റെ രൂപത്തിലേക്ക് അവൻ തരം താണപ്പോൾ മനുഷ്യനിൽ നിന്ന് ഒന്നുകൂടെ തരം താണ് കാലികളോടൊപ്പം അവൻ എണ്ണപ്പെട്ടില്ലേ? ഹല്ലേലൂയ. രാജാക്കന്മാരെ പോലും അവൻ ഇതേ കാലിത്തൊഴുത്തിലേക്ക് വെൽക്കം ചെയ്തില്ലേ? അതാണ് ക്രിസ്തു എന്ന് പറയുന്ന രാജാക്കന്മാരുടെ രാജാവിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഒരു രാജകുമാരനും കാലിത്തൊഴുത്തിൽ സന്ദർശനം നടത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരു രാജകുമാരന്മാരും കാലിത്തൊഴുത്തിൽ സന്ദർശനത്തിന് പോയിട്ടില്ല. പക്ഷേ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ലോകത്തിൻ്റെ രാജ്യത്വം അധികാരികൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ താഴെ ഇറങ്ങി കാലിത്തൊഴുത്തിൽ ക്രിസ്തുവിനെ കാണാൻ വരേണ്ടി വരുന്നുണ്ടെങ്കിൽ അതാണ് എളിമ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ തരംതാഴലിൻ്റെ ഒരു പാഠം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വസ്തുത എന്താണെന്നറിയോ? ഇതേ ഈശോ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഈശോയ്ക്ക് എന്തു കൊടുക്കാനുണ്ട് ആരാധനയല്ലാതെ? ആ ആരാധന ഈശോയ്ക്ക് കൊടുത്ത് ഈശോയിൽ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് എന്ത് സ്വീകരിച്ച് മടങ്ങാൻ പറ്റും? അഭിഷേകത്തെ സ്വീകരിച്ച് മടങ്ങാൻ പറ്റണം. യേശുവിൽ നിന്ന് ഒരിക്കലും നിയോഗങ്ങളെ സ്വീകരിക്കരുത്. ഫ്രീ ആയിട്ട് ഓഫർ ചെയ്തേക്കണം. അതിനുവേണ്ടി നിങ്ങൾ പേ ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഇൻറ്റൻഷന് വേണ്ടിയിട്ടും നിങ്ങൾ പേ ചെയ്യരുത്. മണ്ടത്തരമാണ്, നഷ്ടക്കച്ചവടമാണത്, നഷ്ടക്കച്ചവടമാണ്. നിങ്ങൾ പേ ചെയ്യുന്നത് നിത്യജീവന് വേണ്ടിയിട്ടും പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപവാസമായിട്ട്, ആരാധനയായിട്ട്, പ്രാർത്ഥനയായിട്ടൊക്കെ നിങ്ങൾക്ക് പേ ചെയ്യാം. ഹല്ലേലൂയ. അല്ലാതെ ഇൻറ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉപവാസത്തെ പേ ചെയ്യരുത്. ഇൻറ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും പരിത്യാഗ പ്രവൃത്തികളെയും ഒന്നും നിങ്ങൾ പേ ചെയ്യരുത്. നഷ്ടക്കച്ചവടമാണ്. ദൈവം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ബിസിനസ്സാണ്, ഏറ്റവും നല്ല ബിസിനസ്സാണ്. ഇത് വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഈ ബിസിനസ് സ്പിരിച്വലി ആക്കിയാൽ നിനക്ക് സ്വർഗം എന്ന് പറയുന്ന നിത്യസൗഭാഗ്യത്തിന് അർഹമായി തീർക്കാം. അത് ബിസിനസ് ചെയ്യേണ്ട രീതിയിൽ ബിസിനസ് ചെയ്യണം. കാരണം കർത്താവിൻ്റെ ബിസിനസ്സിൽ കള്ളത്തരങ്ങളില്ല, പക്ഷെ കണക്കിൽ തെറ്റുപറ്റുന്ന ബിസിനസ്സാണ് കർത്താവിൻ്റെത്. ഒന്നാമത് വന്നവനും ഒടുവിൽ വന്നവനും ഒരേ കൂലി കൊടുത്ത് ബിസിനസ് വിജയിപ്പിച്ചവനാണ് കർത്താവായ ഈശോ മിശിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ടാലി ചെയ്ത് നോക്കും. എക്സ്പെൻസും നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇൻകവും എക്സ്പെൻസും ആയിട്ട് നമ്മളൊന്നിങ്ങനെ ടാലി ചെയ്ത് നോക്കുമ്പോൾ ഒന്നാമത് വന്നവനും ഒടുവിൽ വന്നവനും ഒരേ കൂലി കൊടുത്തുമ്പോൾ നമ്മളുടെ മാൻ പവർ എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂലി കൊടുത്തവൻ്റെ മാൻ പവർ എത്രത്തോളം നമ്മുടെ ബിസിനസ്സിൽ ഒരു ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ഇൻകം സോഴ്സിലോ മറ്റെന്തെങ്കിലും ഒരു സോഴ്സിലോ ഒരു ഔട്ട്പുട്ട് അവസാനം വന്നവന് കൊടുത്ത കൂലിയിൽ നിന്ന് നമ്മളൊന്ന് എക്സാമിൻ ചെയ്യും. എന്നിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷം അവനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുക. പക്ഷേ ഈശോ എന്താ ചെയ്തത്? ഈശോ ടെർമിനേറ്റ് ചെയ്തില്ല. കർത്താവ് കൂടെ കൂട്ടിയില്ലേ? അതല്ലേ എന്താ പറയുക, വിശുദ്ധ ലിഖിതങ്ങൾ പറയുന്നത് പോലെ യൂദാസും എണ്ണപ്പെട്ടില്ലേ? യേശുവിൻ്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ പോലും ആദ്യം, അവസാനമാണ് ഈശോ യൂദാസ് ഒറ്റിക്കൊടുത്തുന്നത്. പക്ഷേ ആദ്യമേ സുവിശേഷകൻ യേശുവിൻ്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ ഒറ്റുകാരൻ യൂദാസ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റുകാരൻ യൂദാസ് എന്ന് പറഞ്ഞാണ് ശിഷ്യന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ സുവിശേഷകൻ യൂദാസിന് കൊടുത്ത തലക്കെട്ട് ഒറ്റുകാരൻ യൂദാസ്. എണ്ണപ്പെട്ടതാരുടെ കൂടെയാണ്? ക്രിസ്തുവിനോട് കൂടെ. എണ്ണപ്പെടുന്നതിലല്ല കാര്യമിരിക്കുന്നത്, എണ്ണപ്പെടുന്ന വ്യക്തിയിലുള്ള സ്വഭാവത്തിലാണ് കാര്യം. അതുകൊണ്ട് എല്ലാം ഈശോ മാറ്റില്ല. നീ മാറ്റേണ്ടത് പാപകരമാണെങ്കിൽ നീ മാറ്റുക തന്നെ വേണം. നിന്നുള്ള പാപത്തെ കർത്താവ് ക്ഷമിക്കുകയേ ഉള്ളൂ, പാപ സാഹചര്യത്തെ മാറ്റില്ല. അത് നീ മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചെയ്ത പാപത്തെ അവൻ എഴുതിത്തള്ളും, പക്ഷേ പാപ സാഹചര്യം മാറ്റേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്ക് നിങ്ങൾക്ക് തന്നെയാണ്. കർത്താവ് മാറ്റിത്തരില്ല. ദൈവമേ, ഞാൻ ഈ പാപത്തിൽ പെടാൻ പോയപ്പോൾ നിനക്കൊന്ന് തിരുത്തായിരുന്നില്ലേ? ദൂതന്മാരെ അയക്കാമായിരുന്നില്ലേ? എനിക്കൊരു ഓർമ്മപ്പെടുത്തൽ തരാമായിരുന്നില്ലേ? ഒരു ചുക്കും നടക്കില്ല, ഒന്നും
ഒന്നും നടക്കില്ല. അത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം എന്താണെന്നറിയോ, അവസാനം ദൈവത്തിന് കണക്ക് ചോദിക്കാനുള്ളത് കൊണ്ട് നിന്നിൽ നിന്ന് അത് മാറ്റപ്പെടുകയില്ല. അതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, കർത്താവ് ഈ മുള്ള് മാറില്ല, നിനക്കെൻ്റെ കൃപ മതി. നിനക്ക് കൃപ വേണോ? മുള്ളിനെ നീ മാറ്റ. നീ ഒഴിവാക്കേണ്ട മുള്ളിനെ നീ തന്നെ ഒഴിവാക്കണം. മുള്ളിൻ്റെ രൂപത്തിലുള്ളതിനെ എല്ലാം ഒഴിവാക്കണം. ഹല്ലേലൂയ. ഈ മുള്ളിനെ ഒഴിവാക്കാനാണ് ക്രിസ്തു ശിരസിൽ മുൾമുടി ധരിച്ചത്. അപ്പം അതുകൊണ്ട് മുള്ളിനെ ഒഴിവാക്കാൻ, മുള്ളിനെ സ്വീകരിച്ചവൻ കർത്താവായ ഈശോ മിശിഹ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഈ മുള്ളുകൾ നിനക്കൊരിക്കലും കുത്തിക്കൊള്ളുന്ന, മുറിവേൽപ്പിക്കുന്ന മുള്ളുകളാവില്ല. ആ മുള്ളുകൾ നിനക്ക് ഓർമ്മപ്പെടുത്തലുകളെ ആവുകയുള്ളൂ. പാപം വരുന്നുണ്ട്, പോവല്ലേ പോവല്ലേ എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ചില മുള്ളുകൾ. ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കേണ്ടത് ഞാനും നിങ്ങളുമാ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. ശേഷിച്ച വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോ ഉത്തരം തരുന്നത് പോലെ ഈശോയോട് ചോദിച്ച, എന്താ പറയുക, ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിനും ഉത്തരം കൊടുക്കണം. ഈശോയോട് ചോദിച്ചു, എന്താണ് നിൻ്റെ അധികാരം? ഈശോയെ അറിയാത്ത ജനസമൂഹം യേശുവിനെ അവർ കണ്ടിട്ടുള്ളൂ, ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർ അധികാരം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടി? ഇവന് തച്ചൻ്റെ മകനല്ലേ, ഇവൻ മറിയത്തിൻ്റെ മോനല്ലേ, ഇവൻ ജോസഫിൻ്റെ മോനല്ലേ, ഇവൻ്റെ സഹോദരന്മാരൊക്കെ നമ്മളുടെ കൂടെയുള്ളവരല്ലേ, അപ്പോൾ പിന്നീട് ഇവനെന്താണ് ഈ അധികാരം കാണിക്കുന്നത്? പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ ഒത്തിരി അനുഭവിച്ചറിഞ്ഞവർ ഈ മനോഭാവത്തിലേക്ക് പോകും. കാര്യങ്ങൾ ഒത്തിരി അറിഞ്ഞവർ ഈ മനോഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒത്തിരി പ്രാർത്ഥന കൂടി വരുമ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് ഈ മനോഭാവത്തിലാണ്. കർത്താവിനെ തോളത്തിട്ട് നടക്കുന്ന ഒരു മനോഭാവം, അല്ലെങ്കിൽ കർത്താവിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റും. എന്നിട്ട് അവസാനം ഈശോയോട് പറയും, ഈശോയെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. ഇങ്ങനെയായി തീരും പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ. പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥനയിൽ അടുപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ കർത്താവിന് മെസ്സേജ് കൊടുക്കും. ഈശോയെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണോട്ടോ പൊട്ടിക്കും. അതെന്താണ്? കർത്താവിന് ആവശ്യം നിറവേറ്റി കൊടുക്കാൻ തക്ക അടുപ്പം ക്രിസ്തുവിനേക്കാൾ കൂടുതൽ എനിക്ക് അവനോട് തോന്നി തുടങ്ങി. എന്തുകൊണ്ടാ? പ്രാർത്ഥിക്കാതിരിക്കാനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കും എന്ന് പ്രേരണ തരുന്നതാണ് പിശാച്. ദൈവം പ്രാർത്ഥിപ്പിക്കും. നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണ തരും. ഇന്ന് 10 കൊന്ത ചെല്ലണം. ഹല്ലേലൂയ. 10 കൊന്ത ഇന്ന് ചെല്ലും. ഇപ്പം തീരുമാനം എടുക്കുകയാണ്, 10 കൊന്ത ചെല്ലും. ഇങ്ങനെ പിടിച്ചിരിക്കും, എന്നിട്ട് ചൊല്ലില്ല. ഈ തീരുമാനം എടുപ്പിക്കുന്നതാരാ? പിശാചാണ്. എന്ത് തീരുമാനം എടുപ്പിച്ചു? നീ 10 കൊന്ത ചെല്ലണം. ഓക്കെ, ചെല്ലില്ല. പിറ്റേ ദിവസം ആവുമ്പോൾ ഇതേ പിശാച് എന്നെ മനസാക്ഷി കുത്തു തരും. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ചില്ലല്ലോ, കുഴപ്പമില്ല, ഇന്നിരിക്കാം. വീണ്ടും തീരുമാനം എടുക്കുകയാണ്, ഇന്ന് 20 കൊന്ത ചെല്ല, ഇന്നലത്തെ കടം കൂടെ ഇന്ന് തീർക്കാം. ഡിസിഷൻ എടുക്കുന്നതെല്ലാം പിശാചും, പ്രാർത്ഥിക്കുന്നത് ദൈവവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഡിസിഷൻ എടുത്ത് കൂട്ടിവെക്കുക. നമ്മൾ ഡിസിഷൻ എടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, ഞാൻ മല മറിച്ചിട്ട് അതിന് മീതെ വീല് വെക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ ഡിസിഷൻസ് നമ്മൾ എടുത്തു വെക്കും. ഈ ഡിസിഷനെല്ലാം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന പൈശാചികതയുണ്ട്. ഈ ഡിസിഷൻ എടുത്തു വെക്കും. പ്രാർത്ഥിക്കാനുള്ള തീരുമാനം തരുന്നത് പിശാചാ. പ്രിയപ്പെട്ടവരെ, ദൈവം തീരുമാനം എടുപ്പിക്കില്ല, അവൻ പ്രാർത്ഥിപ്പിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, തീരുമാനം എടുക്കുന്നതിൽ ഞാനും നിങ്ങളും ബഹുമെടുക്കരാ. പുതിയ 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 ഡിസിഷൻസ് എല്ലാം നമ്മൾ എടുക്കും. പ്രാർത്ഥനയിൽ ഉപവസിക്കണം, പിറ്റേ ദിവസം നാളെ ഉപവസിക്കണം. ഇന്നേ തുടങ്ങും വിശപ്പ്. നാളെ ഉപവസിക്കാൻ ഇന്ന് കിടക്കുന്നതിന് മുമ്പേ വിശപ്പ് തുടങ്ങും. ഇന്ന് രാത്രി ഉറക്കം വിളച്ചിരുന്ന് പ്രാർത്ഥിക്കണം, അന്നായിരിക്കും ഏറ്റവും നല്ല ഉറക്കം ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പുണ്യപ്രവൃത്തി ചെയ്യണം, അന്ന് നമ്മുടെ നാവിന് എല്ലാം ഉണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നാരെയും വേദനിപ്പിക്കരുതെന്ന് നിങ്ങൾ തീരുമാനം എടുത്തോ, അന്നായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാവരും കണക്കും പടി വാങ്ങി കെട്ടിക്കൊണ്ടുപോകുന്നത്. എന്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നുവോ നിങ്ങളത് ഉറക്കെ പറയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അത് കേൾക്കുന്ന അരൂപി ആ ഡിസിഷനിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കും. അതുകൊണ്ട് ഡിസിഷൻ എടുക്കരുത്, ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഡിസിഷൻ എടുക്കരുത്,
ഡിസിഷൻ, തീരുമാനങ്ങളൊന്നും എടുക്കരുത്, നടക്കില്ല. പ്രാർത്ഥിച്ചാൽ മതി. ഒരു തീരുമാനവും നടന്ന ചരിത്രമില്ല പ്രാർത്ഥനയിൽ ഒരു തീരുമാനവും നടന്ന ചരിത്രമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ യോനാ പ്രവാചകൻ വരെ തീരുമാനമെടുത്തതാ. എന്തെന്ന്? ഞാൻ നിനവയിലേക്ക് പോവില്ല, താർശീശിലേക്ക് പോവുള്ളൂ. അവൻ്റെ തീരുമാനം നടന്നോ? നടന്നില്ല. പത്രോസ് വീമ്പിളക്കി യേശുവിൻ്റെ മുമ്പിൽ. എന്താ? ഈശോ പറഞ്ഞു, കോഴി 2 തവണ കൂഴുകുന്നതിന് മുമ്പ് നീ എന്നെ 3 തവണ തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞെന്താ? നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. തീരുമാനം പത്രോസ് എടുത്തു. നടന്നോ? നടന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടക്കില്ല. ഒരു തീരുമാനവും ബൈബിളിൽ പോലും എടുത്ത തീരുമാനങ്ങളൊന്നും നടന്ന ചരിത്രം ബൈബിളിലും ഇല്ല പ്രിയപ്പെട്ടവർ. അതങ്ങനെ തന്നെയാണ്. ഈശോ ഒരു തീരുമാനവും എടുത്തില്ല, പ്രവചിച്ചു. പ്രഡിക്ഷൻസാണ് കർത്താവിൻ്റേത്. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവിടെ പോലും ഈശോ ഞാൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞില്ല. ഈശോ സ്വയം വിശേഷിപ്പിച്ചതെന്താ? ദൈവം പ്ലസ് മനുഷ്യൻ. അതുകൊണ്ട് അവൻ തന്നെ ഒരേ സമയം ദൈവപുത്രനും മനുഷ്യനുമാക്കിയപ്പോൾ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവരെല്ലാവരാലും അവൻ വിധിക്കും, വധിക്കപ്പെടും. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവിടെ ഞാൻ എന്നുള്ള പദം ഈശോ ഉപയോഗിച്ചില്ല. എവിടെയെല്ലാം ഈശോ ഞാൻ എന്നുള്ള പദം ഉപയോഗിച്ചോ അവിടെയെല്ലാം ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഉപയോഗിച്ചപ്പോൾ സത്യം എന്ന് പറയുന്ന ജീവൻ ആ പദത്തോട് ചേർത്ത് വെക്കാൻ ഈശോ മറന്നിട്ടില്ല. ബൈബിളിലുള്ള ഓരോ വേർഡും നിങ്ങൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞതെടുത്ത് നോക്കിയേ, യേശു തന്നെ വിശേഷിപ്പിച്ചതെടുത്ത് നോക്കിയേ, യേശുവിനെ വിളിച്ച പേരുകൾ നിങ്ങൾ നോക്കിയേ. പ്രിയമുള്ളവർ, യേശുവിനെ വിശേഷിപ്പിച്ച വിളിച്ച പേരുകൾ നിങ്ങൾ എടുത്ത് നോക്കണം. അതെല്ലാം സാത്താൻ വിശേഷിപ്പിച്ച പേരുണ്ട് കർത്താവിന്. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? സാത്താൻ എന്തൊരു റെസ്പെക്റ്റാണ് കർത്താവിന് കൊടുത്തത്. വളരെ നല്ലൊരു റെസ്പെക്റ്റ് സാത്താൻ ദൈവത്തിന് കൊടുത്തില്ലേ, തങ്ങളെ പുറത്താക്കാതിരിക്കാൻ. അപ്പം ഇത് തന്നെയാണ് പ്രാർത്ഥനയിലും. ഈ റെസ്പെക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളിൽ വസിക്കുന്ന അരൂപി നിങ്ങൾക്ക് തരും, പ്രാർത്ഥിക്കാതിരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ പ്രേരണ തരുന്ന അരൂപിയാണ്. അതാണ് ഇവിടെയും ചോദിച്ചത്, എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? കർത്താവായ ഈശോ മിശിഹായോട് അധികാരത്തെക്കുറിച്ച് ചോദിക്കുന്ന വ്യക്തികൾ ലോകത്തിനാൽ അധികാരം ലഭിക്കപ്പെട്ട വ്യക്തികളാണ്. അതുകൊണ്ട് അവർക്കത് ചോദിക്കാം. അവർക്ക് ഔദ്യോഗികമായിട്ട് പെർമിഷനുണ്ട്. ദേവാലയത്തിൻ്റെ മേൽ, നിയമത്തിന് മേൽ, പരിസയ ഗണം എന്നുള്ള രീതിയിൽ, ജനപ്രമാണിമാരെന്നുള്ള രീതിയിൽ അവർ ഓരോരോ തലത്തിൽ നിൽക്കുന്ന അധികാരികൾ യേശുവിനോട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ അധികാരം, നിൻ്റെ അതോറിറ്റി? നീ അന്ന് എക്സ്പ്ലനേഷൻ തന്നിട്ട് ബാക്കി ചെയ്താൽ മതി. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെയൊന്നും ഈശോ ഭയക്കുന്നില്ല. കാരണം അവൻ്റെ ലക്ഷ്യം എന്താണ്? കുരിശുമരണം അവൻ്റെ ലക്ഷ്യത്തിലുള്ളത് കൊണ്ട് അതിനേക്കാൾ വലിയ സഹനമൊന്നും ഈ ഓറലി ആർക്കും ഒന്നും തരാനില്ല. അതുകൊണ്ട് അവൻ ഭയന്നിട്ടില്ല. ഇതാണ് ക്രിസ്ത്യാനിക്ക് ഇല്ലാത്തത്. നട്ടെല്ലെന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ക്രിസ്ത്യൻസിനില്ല. അതുകൊണ്ട് എന്താ? ദൈവത്തോട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും കോംപ്രമൈസ് ചെയ്യും. പ്രാർത്ഥിക്കാൻ ടൈം മാറ്റിവെക്കും. കാര്യം എന്താ? ഒരു സ്പിരിച്വൽ ബാക്ക് ബോൺ എന്ന് പറയുന്നൊരു സംഭവം നമുക്കില്ല. ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റില്ല. ഇന്നലെ നമ്മൾ തീരുമാനമെടുത്തത് എന്താ? ഇന്ന് ഉറങ്ങില്ല എന്നല്ലേ. പക്ഷെ ഇന്ന് നമ്മളിരുന്ന് ഉറങ്ങുന്നില്ലേ? കാരണം എന്താ? ആ നട്ടലിൻ്റെ പ്രശ്നമാണ്. നമുക്കില്ലാത്തതും അത് തന്നെയാണ്. ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിൽ ഉച്ചയോടെ എത്തിയിട്ടും നമ്മൾ കൊണ്ടുവന്ന സ്പിരിറ്റിനെ വിട്ടുകളയാൻ നമ്മൾ ഒരുക്കമല്ല. കാരണം എന്താ? അത് നമ്മിൽ തന്നെ ഉള്ള അരൂപിയാണ്. ഉറങ്ങും. കർത്താവിൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് കിടന്ന് ഉറങ്ങും. കാരണം എന്താ? ഞാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന അരൂപിയോട് ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. അതിനുറങ്ങണമോ? ഞാൻ എൻ്റെ ശരീരത്തെ ഉറക്കും. ഞാൻ എൻ്റെ ശരീരത്തെ ഉറക്കിക്കിടത്തും. അതെന്നോട് പറയുന്നതനുസരിച്ചേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ കണ്ണുകൾ അരൂപിക്ക് വിട്ടിരിക്കുക. നമ്മുടെ കാതുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുക. 2-ാമത്തെ ദിവസം ഉറങ്ങുന്നുണ്ടെങ്കിൽ നിസ്സാരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ ദിവസത്തിലുള്ള ഉറക്കം
സാരമല്ല പ്രിയപ്പെട്ട, പ്രായം എത്തുന്നതിന് മുമ്പ് കണ്ണട വെക്കേണ്ടി വരും. അതാണ് വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ കാണാനുള്ള തുറവി കണ്ണുകൾക്കുണ്ടാവണം, കർത്താവിനെ കേൾക്കാനുള്ള തുറവി കാതുകൾക്കുണ്ടാവണം, കർത്താവിനെ സ്തുതിക്കാനുള്ള തുറവി അധരങ്ങൾക്കുണ്ടാകണം. അല്ലെങ്കിൽ ചെകിടനും ഊമനും അന്ധനുമായിട്ട് നീ മാറും. അതല്ലെങ്കിൽ ചെകിടനും ഊമനും അന്ധനുമായിട്ട് നമ്മൾ മാറും. കുറ്റം കണ്ടുപിടിക്കുന്ന കണ്ണുകളാവരുത്, മറിച്ച് കുറ്റം വിധിക്കാത്ത അധരങ്ങളായാൽ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ. എന്തധികാരത്താലാണ് ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, ഉത്തരം പറയുവിൻ. ഇതാണ് ഈശോയ്ക്ക് നമ്മളോട് തരാനുള്ള ആൻസർ. ഞാൻ പറഞ്ഞില്ലേ, ഈശോ ചോദിക്കുകയല്ല, ഈശോ ആൻസറാണ് തരുന്നത്. ഈശോയുടെ ചോദ്യങ്ങളെല്ലാം നമുക്കുള്ള ആൻസറാണ്, മറുപടികളാണ്, ഉത്തരങ്ങളാണ്. അതൊരിക്കലും ചോദ്യമായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്. ഈശോ നമ്മളോട് പറഞ്ഞതൊന്നും ചോദ്യങ്ങളല്ല, ഉത്തരങ്ങളായിരുന്നു. ചോദ്യമായിട്ട് ഫീൽ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? അത് നമ്മുടെ ഉള്ളിൽ അത് ആൻസറായിട്ട് സ്വീകരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ അതിനെ ആൻസറായിട്ട് സ്വീകരിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ ഈശോ ചോദിച്ച മറുപടി എന്നേ പറയുള്ളൂ. ഈശോ ചോദിച്ച മറുപടിയെ നമുക്കത് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തോന്നാൻ കാരണം അത് ഈശോ ചോദിച്ച മറുപടിയാണെന്ന് നമുക്കത് മനസ്സിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കരമുയർത്തി ഹല്ലേലൂയ, ഉണർവോടുകൂടെ ഹല്ലേലൂയ, വിശ്വാസത്തോടുകൂടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയോട് കൊടുക്കേണ്ട മറുപടിയാണ് പ്രിയമുള്ള ദൈവജനമേ ഈശോ നമ്മളോടിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ നിങ്ങൾ മറുപടി ഇതാ, എന്നിട്ട് ഞാൻ പറയാം എൻ്റെ അധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ വരുമ്പോൾ ഈശോയോട് നമ്മളും പറയുന്നത് തന്നെയാണ്, കർത്താവേ എന്തുകൊണ്ട് എനിക്ക് ഈ ഗതി വരുത്തി? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്? നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന ചോദ്യത്തിൻ്റെ ശരങ്ങളായതല്ല. ഈശോയ്ക്ക് ഈ അമ്പ് കർത്താവിൻ്റെ നെറുകന്തലയിലേക്ക് നമ്മൾ എഴുതുകൊണ്ടിരിക്കുക. കർത്താവ് എന്തുകൊണ്ടാണ് നീ എനിക്ക് ഈ ഗതി വരുത്തിയത്? പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മളെക്കൊണ്ട് ചോദിപ്പിക്കുന്ന അരൂപി ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നിന്റെ ഉള്ളിൽ അവൻ വസിക്കാതിരിക്കുക. ദൈവമേ, നീ തന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കും. നേരെ മറിച്ച് എന്തുകൊണ്ട് നീ എനിക്ക് ഈ ഗതി വരുത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന മാനുഷികത, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പൈശാചികത അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഒരു ചോദ്യം യേശുവിനെതിരെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് യേശുവിനുള്ള എൻട്രി ഞാൻ ക്ലോസ് ചെയ്യാം. നീ ഇനി ഇങ്ങോട്ട് കയറണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നീ എൻ്റെ ഉള്ളിൽ വസിക്കേണ്ട. കാരണം ഈ ചോദ്യത്തിൻ്റെ മുള്ളിൻ്റെ മെത്തയിൽ നീ എന്തിനാ കിടക്കണേ? കിടക്കാൻ പറ്റില്ല. കർത്താവ് എഴുന്നേറ്റ് പോയി. ഈ ചോദ്യത്തിൻ്റെ മുള്ളുകൊണ്ടുണ്ടാക്കിയ മെത്തയാണ് കർത്താവിന് വേണ്ടി ഞാൻ വിരിച്ചിട്ടിരിക്കുന്നത്. ഈശോയ്ക്ക് കിടക്കാൻ പറ്റാതെ, ഈശോയ്ക്ക് വസിക്കാൻ പറ്റാതെ ഈശോ തിരിച്ചു പോവാം. ഈശോ തിരിച്ചു പോവാം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ചില ചോദ്യങ്ങൾ നമ്മൾ ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ തിരിച്ചും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ തലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെ വിളിച്ച പേരാണ് എന്തധികാരത്താലാണ് ഞാനത് പറയുന്നതെന്ന് ഞാനപ്പോൾ പറയാം. ഇതാണ് ഈശോയ്ക്ക് നമ്മളോടും പറയാനുള്ള ചോദ്യവും മറുപടിയും സെയിമാ. എന്താണ് അധികാരം? ഈശോ നമുക്ക് തന്ന അധികാരം എന്താണ്? ക്രിസ്തു എന്ന് പറയുന്ന അനുഭവമാണ് ഈശോ ക്രിസ്ത്യാനിക്ക് തന്ന ഏറ്റവും വലിയ അധികാരം. യേശു എന്ന് പറയുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും, ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താണ് കൂടുതൽ നിൽക്കുന്നത്? എൻ്റെ നിയോഗങ്ങളാണ്, എൻ്റെ ആവശ്യങ്ങളാണ്, എൻ്റെ സങ്കടങ്ങളാണ്. നിയോഗങ്ങളെ സങ്കടങ്ങളാക്കി ക്രിസ്തുവിനെ സമർപ്പിച്ചു. ആര്? എന്നിൽ വസിക്കുന്ന മാനുഷികത നിയോഗങ്ങളുടെ സങ്കടങ്ങളുടെ പാക്കേജ് കർത്താവിന് കൊടുത്തിരിക്കുക. നിയോഗങ്ങൾ കൊണ്ട് ഞാൻ രൂപപ്പെടുത്തിയെടുത്ത ഒരു സങ്കടത്തിൻ്റെ പാക്കേജ്, ഒരു ബണ്ടിൽ ഓഫ് നിയോഗങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, ഇൻറ്റൻഷൻസ്. അത് ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കുക. അത് കണ്ണുനീരിൽ ചാലിച്ച് എൻ്റെ നിയോഗങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടിരിക്കുക. അപ്പോൾ ഈശോ എന്ത് കാണണം?
എൻ്റെ നിയോഗങ്ങളിൽ ഞാൻ എന്ത് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്? കണ്ണുനീര്. കാരണം എൻ്റെ കണ്ണുനീര് കണ്ട് നിനക്ക് എന്നോട് മനസ്സലിവ് തോന്നണം. അതാണ് നിയോഗങ്ങളെ പ്രതി ഒഴുക്കുന്ന കണ്ണുനീരിന് പോലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. കാരണം ഈ കണ്ണുനീര് കണ്ട് കർത്താവിന് എന്നോട് മനസ്സലിവ് തോന്നണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നിയോഗങ്ങൾ കണ്ണുനീരിൽ ചാലിച്ചു കൊടുത്താൽ മതി. ഇതൊരു ചിന്തയാ. ഇത് തന്നെ പാപത്തിൻ്റെ നിയോഗങ്ങളും കണ്ണുനീരിൽ ചാലിച്ചു കൊടുത്താൽ ആത്മാവ് രക്ഷപ്പെടും. ഈ ബോധ്യം സാത്താൻ തരില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ, കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഒരിക്കലും കണ്ണുനീരോടുകൂടെ പാപങ്ങൾ ഏറ്റുപറയത്തില്ല. കുമ്പസാരക്കൂട്ടിൽ നമ്മൾ എന്തോ പറഞ്ഞു, അത്രയേ ഉള്ളൂ. നമ്മുടെ പാപങ്ങളെ പ്രതി കണ്ണുനീരൊഴുക്കാൻ സാത്താൻ സമ്മതിക്കില്ല. അവിടെയാണ് കണ്ണുനീര് ഒഴുക്കുന്നതെങ്കിൽ ആ കണ്ണുനീരിന് ഫലമുണ്ട്. ആത്മവിശുദ്ധീകരണം, ആത്മരക്ഷ എന്ന് പറയുന്ന നിത്യമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് അത് പറ്റില്ല. പകരം നമ്മുടെ നിയോഗങ്ങളിലാണ് നമ്മൾ കണ്ണുനീര് മിക്സ് ചെയ്ത് ദൈവത്തിന് സമർപ്പിക്കുന്നത്. അതുവഴി ദൈവത്തിന് ഒന്നെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം നിങ്ങളുടെ പാപത്തിന് വേണ്ടി ഒഴുക്കാൻ ദൈവം നിങ്ങൾക്ക് തന്ന കണ്ണുനീര് കംപ്ലീറ്റ് വറ്റിച്ചു വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. അവസാനം പാപം ചെയ്തു കഴിഞ്ഞപ്പോഴോ ഒഴുക്കാൻ കണ്ണുനീരില്ലാതെ, കർത്താവിൻ്റെ മുമ്പിൽ പാപം ഏറ്റുപറയാനുള്ള മാനസികാവസ്ഥ പോലുമില്ലാതെ നമ്മളിങ്ങനെ ഡ്രൈനെസ്സിലേക്ക് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക കർത്താവിൻ്റെ മുമ്പിൽ. ഈ വരണ്ട നിലത്തിലൂടെയാണ് പ്രിയമുള്ളവരെ അശുദ്ധാത്മാവ് അലഞ്ഞ് നടക്കുന്നത്. പാപങ്ങളുടെ ഏറ്റുപറയുമ്പോൾ കണ്ണുനീരിൻ്റെ നനവുണ്ടാകണം. എന്നാൽ കണ്ണുനീരിൻ്റെ നനവില്ല. ആ വരണ്ട നിലത്തിലൂടെ അശുദ്ധാത്മാവ് നടക്കും ആശ്വാസം തേടി. നമ്മൾ തന്നെയാണ് രണ്ടവസ്ഥകളും ഈ അശുദ്ധാത്മാവിന് ഒരുക്കി കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമീശയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ. നിങ്ങൾ എന്താകുന്നുവോ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയ്ക്ക് സമർപ്പിച്ച് പൂർണ്ണമായിട്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥകളെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. പരിശുദ്ധാത്മാവ് എന്നറിയാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകളടച്ചേ. ശരിക്കും കണ്ണടച്ചേ. നേരത്തെ കണ്ണ് തനിയെ അടഞ്ഞു പോയതല്ലേ. ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ശരിക്കും കണ്ണടച്ചേ. എന്നിട്ട് ഇന്ന് കണ്ണടക്കാൻ പറയുമ്പോൾ കണ്ണടക്കത്തുമില്ല. ഇരുന്നുകൊണ്ടാണെങ്കിൽ തനിയെ കണ്ണടയും. കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്വത്തെ ഒന്ന് കണ്ടേ. ഓ പരിശുദ്ധാത്മാവ്, ഈ സമയം ഇറങ്ങി വരണം. ചങ്ങലകൾ അഴിക്കാൻ, കെട്ടുകൾ പൊട്ടിക്കാൻ ഇറങ്ങി വരണം ഈശോയെ. ഞങ്ങളെ ഭരിക്കുന്ന ഒത്തിരി അസ്വസ്ഥതകൾ ഞങ്ങളുടെ മേലുണ്ട്. കർത്താവേ, നിൻ്റെ വചനം ശ്രവിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം എന്താ? ഞങ്ങളിലുള്ള അശ്രദ്ധയും അലസതയും മടിയും ക്ഷീണവും തളർച്ചയും ഒക്കെ ഞങ്ങളിങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുക. പക്ഷേ അതിൽ നിന്നൊരു മോചനം താ, അതിൽ നിന്നൊരു വിടുതൽ താ, അതിൽ നിന്നൊരു മോചനം, പൂർണ്ണമായൊരു മോചനം നീ എനിക്ക് കൽപ്പിച്ച് അനുവദിക്കണം. ഈ സമയം നിശബ്ദതയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. പരിപൂർണ നിശബ്ദതയിൽ നിങ്ങളുടെ ആത്മസ്ഥിതി ഒന്ന് ഈശോയ്ക്ക് സമർപ്പിച്ചേ. പരിപൂർണ നിശബ്ദതയിൽ നിങ്ങളുടെ ആത്മസ്ഥിതി ഒന്ന് ഈശോയ്ക്ക് ഈ സമയം കൊടുത്തേ. ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ള ആത്മസ്ഥിതി ഈശോയ്ക്ക് സമയം സമർപ്പിച്ചേ. ഒപ്പം നിങ്ങളുടെ പാപത്തിൻ്റെ എല്ലാ തലങ്ങളും, പതിവായി ചെയ്യുന്ന പാപത്തിൻ്റെ നിങ്ങളിലുള്ള ആന്തരിക മുറിവുകളുടെ സകല തലങ്ങളും ഈശോയിലേക്കൊന്ന് കൊടുത്തേ. കർത്താവിൻ്റെ കരുണ ഒഴുകി വരാൻ ആഗ്രഹിച്ചേ. പതിവായി ചെയ്യുന്ന പാപങ്ങൾ ഇന്നേ ദിവസം വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട, എൻ്റെ ഓർമ്മയിലേക്ക് വരാത്തതല്ല പാപങ്ങൾ ഈ സമയം ഓർമ്മയിലേക്ക് എടുത്തേ. പാപത്തിൻ്റെ എല്ലാ അവസ്ഥകളും കർത്താവ് ഇന്നേ ദിവസം ഞാൻ ഏറ്റുപറയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ നീ തരണം, സൗഖ്യം തരണം. ഓർമ്മപ്പെടുത്തി തരുന്ന കാവൽ മാലാഖമാരുടെ മാധ്യസ്ഥം തേടാം. ഓർമ്മപ്പെടുത്തി തരുന്ന നമ്മുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടാം. ഈ സമയം പൂർണ്ണമായി നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ച് ഈശോയിലേക്ക് കൊടുത്തേ നിങ്ങളെ തന്നെ.